ഗുരു ആയി നമ്മളെ അനുഗ്രഹിക്കുക. ആ ഗുരുവിന് നമസ്കാരം. അപ്പം ഇവിടെ ശരിക്കും ആചാര്യനും ഈശ്വരനും ഭഗവാനും രണ്ടായിട്ടല്ല കണ്ടിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ഗുരു. അപ്പോൾ ഭഗവാനെ തന്നെ ഗുരു, അല്ലെ ഗുരുവിനെ തന്നെ ഭഗവാനായിട്ട് കണ്ടുകൊണ്ട്, കാരണം ആ ഭഗവാന്റെ തത്വം, ആ ഭഗവാൻ ഞാനാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആ ഗുരുവിനെ ഭഗവാനായി തന്നെ കണ്ടുകൊണ്ട് അവിടെയാണ് ശ്രദ്ധ. സംശയലേശമില്ലാത്ത വിശ്വാസത്തോടുകൂടി ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ആ അഭേദചിന്ത അവിടുന്ന് മുതലേ പാടില്ല. നമ്മൾക്ക് ഈ ബോധം വരുത്തുന്നത് ആരും ആയിക്കോട്ടെ, ആ ആളാണ് ഗുരു. ആ ഗുരു ഈശ്വരൻ തന്നെയാണ്. ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഗുരു ഗോവിന്ദ ദോവുഘടേ കാക്കേലാക്കും പായ് ബലിഹാരി ഗുരു ആപ്പനോ ജിനു ഗോവിന്ദ ദിയോ ബതായ്. ഗുരുവും ഈശ്വരനും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ഗുരുവിനെ നമിക്കും എന്ന് പറഞ്ഞു കബീർദാസ്. എന്താ, ആ ഗുരുവാണ് എനിക്ക് ഗോവിന്ദനെ കാണിച്ചു തന്നത്. ഇതാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദനാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാറ്റിനെയും ലയിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. ആ ഗോവിന്ദൻ ഒന്നും ആയിത്തീർന്നിട്ടില്ല, സാക്ഷി മാത്രമാണെന്ന് കാണിച്ചു തരുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ബോധം ഉണ്ടാകുന്നത്. ആ ബോധം, അപ്പോൾ ഈ ഹരിനാമകീർത്തനം ശരിക്കും പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പുറമേ ഉള്ളൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ കിട്ടും. നമ്മളെന്താണ്? ഓംകാരമോ, അല്ലേ? നിധിയാണ് നമ്മുടെ. ആ നിധി നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ നിധി എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ആ ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് നമ്മളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ അത് തന്നെയാണ് ജന്മസാഫല്യം. അപ്പം ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ തന്നെ ലക്ഷ്യം അവിടെ പറഞ്ഞു. ആത്മലാഭം, ആത്മസന്തുഷ്ടി, ആത്മതൃപ്തി, ആത്മാനുഭവം, അതാണ് അതിൻ്റെ പരമ ലക്ഷ്യം. അപ്പം ഇങ്ങനെ പറഞ്ഞു തന്ന തുഞ്ചത്താചാര്യൻ്റെ ഒരു ശ്ലോകം ഉണ്ടല്ലോ സ്മരിക്കുന്നത്. തുഞ്ചത്താചാര്യനെ നമ്മൾ സ്മരിക്കുന്ന ഒരു ശ്ലോകമല്ലേ? ആകെ ഒരു ശ്ലോകമൊക്കെ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ്യ പത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീ ഗുരുഭ്യോ നമ. ചൊല്ലാറല്ലേ? ഇല്ലെങ്കിൽ ചൊല്ലിക്കോളൂ ഇനി മുതൽ. രാമായണമൊക്കെ ചൊല്ലുമ്പോൾ അത് രാമായണ പുസ്തകത്താലേ ആ ശ്ലോകം വരുള്ളൂ അല്ലേ? ആ തുഞ്ചത്താചാര്യൻ നമ്മളെ അനുഗ്രഹിച്ച് എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടും കൂടിയിട്ട് പരമചൈതന്യമായ ഓംകാരമായ പൊരുളാണ് ഞാൻ, പൊരുളില്ലാത്ത നിസ്സാരമായ ഈ ശരീരമല്ല ഞാൻ എന്ന ബോധം നമ്മളിൽ ഉറക്കട്ടെ. ഇനി അടുത്തതിൽ പറഞ്ഞു, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നോ കണ്ടളവിലുണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഗുരുവിനും ഭഗവാനും നമസ്കാരമൊക്കെ പറഞ്ഞു. എന്തിനാണ് അവ ഇപ്പം നമസ്കരിക്കണേ അല്ലേ? പ്രത്യേക നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ എന്താ, വല്ല പ്രത്യേക ആവശ്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയാനായിരിക്കും. ഇവിടെ എന്താ ആവശ്യം? വേറെ ഭൗതിക ആവശ്യമൊന്നും ഇല്ല ഗുരുവിൻ്റെ അടുത്ത് പറയാനായിട്ട്. എന്തിനാ കൃപ വേണ്ടത്? ഒന്നായ നിന്നെ രണ്ടായി കണ്ടിട്ട് ഞാൻ ഒരുപാട് ഇണ്ടലുകൾ അനുഭവിച്ചു, അതൊന്ന് മാറ്റി തന്നാൽ മതി. അപ്പം അതിൻ്റെ അർത്ഥം അതിനു വേണ്ടി മാത്രമേ നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ബാക്കിയുള്ള എല്ലാറ്റിനും മറുപടി നമുക്ക് പുറം ലോകത്തുനിന്ന് കിട്ടും അല്ലേ? ഈ എങ്ങനെ എനിക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടായി? അപ്പോൾ അന്വേഷിക്കുന്ന ശിഷ്യനാണിത്. മനസ്സിലായി എന്താണ് ഇണ്ടലുകൾക്ക് കാരണം? ഒന്നായ നിന്നെ രണ്ടായിട്ട് കണ്ടു. ഒന്നായ നിന്നെ ഒന്നേ ഉള്ളൂ എന്നാണ് സത്യം അല്ലേ? ഏകം ഏവ അദ്വിതീയം. രണ്ടാമതൊന്നും ഒരിക്കലും ഉണ്ടാകാനേ സാധ്യതയില്ലാത്ത ഒന്ന് മാത്രമായിട്ട് ഇരിക്കുന്നത്. പണ്ടും രണ്ടുണ്ടായിട്ടില്ല, ഇനിയും രണ്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പം ഈ അനേക കോടി ജീവജാലങ്ങളായിട്ടൊക്കെ കാണുന്നതും ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവാണ് സത്യം. പക്ഷേ നമ്മൾ കാണുമ്പോഴോ ഇവിടെ അനേകങ്ങളേ ഉള്ളൂ. അതെവിടെ നിന്ന് വന്നു? ആദ്യം രണ്ടിൽ നിന്ന് വന്നു അല്ലേ? ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടായാൽ രണ്ടിൽ നിൽക്കില്ല, പിന്നെ
അനവരതം പോയിക്കൊണ്ടേയിരിക്കും. എന്താ രണ്ട്? ഭഗവാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. അപ്പം അത് ഇത് അല്ലേ, ഇതം ജഗത് തത് ബ്രഹ്മം. അപ്പം അതും വേറെ ഇതും വേറെ വന്നു. ഈ രണ്ട് കണ്ടതുകൊണ്ടോ ഇണ്ടലുണ്ടായി. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, താപങ്ങൾ. പറയുന്നു പഞ്ചക്ലേശങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകമേവ അദ്വിതീയമായ ഓംകാരമാണ് ഞാൻ എന്നറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന 5 ദുഃഖങ്ങളെ ടെക്നിക്കലി വിളിക്കുന്നതാണ് പഞ്ചക്ലേശങ്ങൾ. ഏതൊക്കെയാണ്? അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഓംകാരമാണ് ഞാനെന്ന് ധരിക്കാതെയാകുമ്പോൾ അവിദ്യ മൂലം ഞാൻ ജീവനാണെന്ന ഭാവം വന്നു. ഉടനെ ആ ശരീരത്തിൽ അസ്മിത, ഞാൻ, ഈ ഞാനുണ്ട്, ഈ ഞാനുണ്ട്, ഇത് പിന്നെ എല്ലാ കാലത്തും നിൽക്കണം. ഇനി ഇതിനോട് മമത ഉടനെ വന്നു. അസ്മിത വന്നാൽ ഉടനെ മമത വന്നു. അപ്പോൾ എന്തുണ്ടായി? ചില കാര്യങ്ങൾക്കും ചില സാധനങ്ങളോടും ചില വ്യക്തികളോടും ചില അനുഭവങ്ങളോടൊക്കെ രാഗം, പ്രതികൂലമായി നിൽക്കുന്നതിനോടൊക്കെ ദ്വേഷം. ഈ രാഗദ്വേഷാദികൾക്ക് അനുസരിച്ചിട്ട് കർമ്മം ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് 2 തരത്തിലുള്ള നമുക്ക് സുഖദുഃഖാദികൾ അനുഭവം വന്നു. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിച്ച് കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഷ്ടപ്പാടുകൾക്കിടയ്ക്കും ഇടയ്ക്കൊക്കെ ഇത്തിരി സുഖമൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എന്തുണ്ടാവുന്നു? അഭിനിവേശം. ഇത് ഇനി ആയിക്കോട്ടെ ജന്മം, ഇന്ന ആളുടെ കൂടെ തന്നെ ഇനിയും ജീവിക്കാൻ പറ്റട്ടെ അല്ലേ, അടുത്ത വർഷവും എനിക്ക് ക്യാമ്പിന് വരാൻ പറ്റിയെങ്കിൽ ഇല്ലേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇനി ആദ്യം മുതൽ സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പഠിക്കാൻ പറ്റുമോ അപ്പോൾ ഇനി ജന്മം വേണം, ഇനിയും പഠിക്കണം, ഇനി ഇത് വേണമെന്ന് പറഞ്ഞ് എന്താ അഭിനിവേശം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ കിട്ടുന്നു അത് വിടാൻ നമുക്ക് ഒരു വിഷമം, അതാണ് അഭിനിവേശം. ഇതൊക്കെ നമുക്ക് ദുഃഖമാണ് തരുന്നത്. മാത്രമല്ല വീണ്ടും സംസാരത്തിന് നമ്മൾ വിത്തിടലാണ്. അതാണ് ഇണ്ടൽ. അത് ഒറ്റ വാക്കിൽ പറഞ്ഞു. പിന്നെ നമ്മൾ ആലോചിച്ചുള്ള ഡംഭാതി ഇനി പറയുന്നുണ്ടല്ലോ, ഡംഭാതി വൻമരമുടൻ 8 കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ വരുന്നുണ്ട്. അപ്പം 2 കാണുമ്പോഴാണ് എപ്പോഴും ദുഃഖം. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഒന്നായിട്ടൊക്കെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും ശാന്തിയാണ്. എവിടെ നമ്മൾ 2 കാണുന്നോ അവിടെ ദുഃഖം ഉണ്ടാവും. 2 പേര് കൂടെ ചേർന്ന് പോകുമ്പോൾ അല്ലേ, അതുകൊണ്ടാണല്ലോ പറയുന്നത് ക്ഷേത്രത്തിലും ആരാധനാലയങ്ങളിലും അതുപോലെ സത്സംഗത്തിലൊക്കെ പോകുമ്പോൾ കഴിയുന്നതും ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? 2 ആൾ ഇരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും, അഭിപ്രായ വ്യത്യാസം വരും അല്ലേ. അങ്ങനെ എവിടെ 2 ഉണ്ടെങ്കിലും അവിടെ ദുഃഖം ഉണ്ടാകും. അപ്പോൾ ഒന്നാണ് സത്യം. ഇവിടെ വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു അപകടം എന്നിൽ സംഭവിച്ചത്, ഒന്നായ നിന്നെ 2ആയി കണ്ടു. എവിടെ? ഇഹ, ഇവിടെ ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്തെ തന്നെ ഞാൻ 2ആയിട്ട് കണ്ടു. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഒന്നാണ് എന്നുള്ളത് അറിയേണ്ടത്. നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്നായ സത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അവിടെ ഞാൻ 2ആയി കണ്ടു. അതുകൊണ്ട് ഇണ്ടലുകൾ ഉണ്ടായി. പറയാൻ പറ്റില്ല, ബദ മിണ്ടാവതല്ല. എനിക്ക് എത്ര ദുഃഖങ്ങൾ ഉണ്ടായി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ എന്താ ഒരു പ്രാർത്ഥന? എന്തിനാ ഞാൻ നമസ്കരിച്ചത്? നമസ്കരിക്കുമ്പോൾ പറയുന്നു നമേ ഇതി ഭാവ, അതാണ് നമസ്കാരം. ഇതൊന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഗുരുക്കന്മാരുടെയും ഭഗവാന്റെയൊക്കെ മുൻപിൽ നമസ്കരിക്കുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു ഡിമാൻഡും അവിടെ ഉണ്ടായിരുതെന്ന്. എന്താണോ അവിടുത്തെ ഇച്ഛ എന്നിലൂടെ നടക്കട്ടെ, ലെറ്റ് ഹിം വർക്ക് ത്രൂ മീ, അതാണ്. പക്ഷെ നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് അല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ, പ്രദക്ഷിണ നമസ്കാരം ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് ഒന്നും കൂടി പറയും അല്ലേ. ശരിക്കും നമസ്കാരത്തിൽ പിന്നെ ആ അഹന്താ മമതാജന്യമായ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം എന്നുള്ള പ്രക്രിയ തന്നെ. ആ നമസ്കരിക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും നമുക്കൊരാഗ്രഹം വരികയാണെങ്കിൽ ഇതുപോലെ എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് എന്ത് വേണം? അവിടുത്തെ കൃപ വേണം. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലായി? എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? 2ആയി കണ്ടു. അപ്പോൾ 2ആയി കണ്ടപ്പോൾ ഉണ്ടായ ദുഃഖങ്ങൾ പോകണമെങ്കിൽ എന്താ അനുഭവം വഴി? 2 ഇല്ല, ഒന്നേ ഉള്ളൂ എന്ന് അറിയണം. ഒന്നാണ് പണ്ടേ ഉണ്ടായിരുന്നത് അല്ലേ. പണ്ടേ കണക്ക് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, അതൊക്കെ നമ്മൾ വ്യവഹാരത്തിൽ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. പണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അയ്യോ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അല്ലേ, അതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നു. പണ്ട് എങ്ങനെയായിരുന്നു? ഇത് ഈ പണ്ടല്ല. പണ്ട് പറഞ്ഞാൽ പണ്ടെന്തായിരുന്നു? സയേവ
അത് മാത്രമേ അഗ്രേ ആസീത്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടേഹേ പുര, സൃഷ്ടിക്ക് മുൻപ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ? ഏകമേവ അല്ലേ? അഗ്രേ ആസീത്, ഏകമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനും ഒന്ന് തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ എന്തൊക്കെയോ ആയി തീർന്നു, ആരൊക്കെയോ ആണ് അല്ലേ? നമ്മുടെയൊക്കെ ഭാവം തന്നെയല്ലോ. എന്നെ അറിയില്ലേ? നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും ഏൽപ്പിക്കേണ്ട, എനിക്ക് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങളൊന്നും തരണ്ട. എന്നെ ഇപ്പം പറ്റില്ല അല്ലേ? എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊന്നും മുഴുവനാക്കാൻ പറ്റില്ല. അത് ഞാൻ ഭാഗ്യഹീനനാണ്, ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്, അങ്ങനെ ഇങ്ങനെ ഈ ഞാൻ. അപ്പോൾ കുറേ റോളുകളുള്ളവനാണ്, കുറേ അനുഭവമുള്ളവനാണ്, കുറേ കോംപ്ലക്സുകൾ എന്തെല്ലാമോ ഉണ്ട് നമുക്ക്. അതിലെല്ലാം അഭിമാനിച്ചിരിക്കുന്ന സാധാരണ ജീവനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദുഃഖം തരുന്നതും. അപ്പോൾ ദുഃഖ നിവർത്തിക്കേണ്ട ഉപായം പണ്ടേ കണക്ക് വരണം. പണ്ടെന്താണ്? ഒന്ന് മാത്രം. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം എവിടെ വേണ്ട? ഞാൻ ഏകമേവ അദ്വിതീയ സത്യമാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്ന സത്യമാണ്. രണ്ടായി തോന്നുന്നത്, പലതായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായി തോന്നുന്നത് ശരീരമാണ്. അതാണ് ഇല്ലാതാവുന്നത്. അത് പലതാണ്, അതല്ല സത്യം. പണ്ടേ കണക്കെ വരണം. അപ്പോൾ ഇതാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഗുരുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ എനിക്ക് അങ്ങായിരിക്കുന്ന ഗുരുവിനെ തന്നു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭേദബുദ്ധി മാറി, ഒന്നേ ഉള്ളിവിടെ, അത് ഞാനാണ്, ഈ ഞാൻ തന്നെയാണ് ഈ എല്ലാമായിട്ട്. അങ്ങനെ അറിയണം, എല്ലാവരും എന്നിലിരിക്കുന്നു, ഞാൻ തന്നെയാണ് എല്ലാറ്റിലും. രണ്ടും വേണം, അല്ലെങ്കിൽ അത് അപൂർണമാകും. ഉപനിഷത്തുകളിലൊക്കെ പറയുന്നതാണ്. ഗീതയിലും പറയുന്നുണ്ടല്ലോ, 10-ാം അധ്യായത്തിലെ വിഭൂതി മുഴുവൻ പറഞ്ഞു ഭഗവാനാണ് എല്ലാമായിട്ടിരിക്കുന്നത്. 11-ൽ പറഞ്ഞു എല്ലാം എന്നിലിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമാക്കണം. അപ്പോൾ ഞാൻ എന്നുള്ളത് ഈ ജീവനല്ല, ആ ഓങ്കാരമായ പൊരുളാണ്. അത് തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്നത്. അവയും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, അതെല്ലാം എന്നിലിരിക്കുന്നു. ഇത് എനിക്ക് സ്ഥിരമായിട്ട് ഉറപ്പിക്കാൻ അവിടുത്തെ കൃപാവലികൾ ഉണ്ടാകണേ. ആവലി എന്ന് പറഞ്ഞാൽ കൂട്ടം, കൃപകളുടെ കൂട്ടം. കുറച്ച് കൃപയൊന്നും പോരാ, പറയാറില്ലേ, ഒരു സത്സംഗത്തിൽ എത്തിപ്പെടാൻ തന്നെ എത്രയോ കൃപ വേണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, ഗുരുവിൻ്റെ കൃപാവലികളോടുകൂടി എനിക്ക് ആ അറിവിനെ അനുഭവിക്കാനുള്ള അനുഗ്രഹം തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി അതിനെന്താ പ്രാർത്ഥന? ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നു? മനോഹരമായ പ്രാർത്ഥന. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത് വിശ്വാസം അല്ലേ, ശ്രദ്ധ, പിന്നെ ആ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ സംബോധനയിൽ തന്നെ അത് പ്രകടമാവണം. ഇത് നല്ല സംബോധനയാണ്. വരദ, ആനന്ദ ചിന്മയ, അത് സ്പ്ലിറ്റ് ചെയ്തും പറയാം അല്ലേ. ആനന്ദ ചിന്മയ വരദ ഗോപികാരമണ. വരദൻ പറഞ്ഞാൽ വരം തരാൻ എപ്പോഴും തയ്യാറാണ് അല്ലേ. എന്ത് ചോദിച്ചാലും തഥാസ്തു അപ്പം തരും അല്ലേ. ഇവിടെ ഭഗവാന്മാരൊക്കെ റെഡി ആയിട്ടാണ് നിൽക്കണം, ചോദിക്കേ വേണ്ടു. വരദ, അപ്പോൾ ഉള്ളിൽ ഉറപ്പാണ്, ഞാൻ ചോദിക്കുന്ന വരം തരുന്ന ഭഗവാനാണല്ലോ എൻ്റെ ഇഷ്ടദേവൻ. അപ്പം ആ ഓങ്കാരമായ പൊരുളിനെ നമുക്ക് ആ നിർഗുണ നിരാകാര തത്വമായിട്ട് അറിയാനായിട്ട് സൂക്ഷ്മബുദ്ധി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നമുക്ക് എളുപ്പം ഒരു സഗുണ സാകാര മൂർത്തിയെ ഒരു ഉപാസ്യദേവതയായിട്ടെടുത്ത് ആ മൂർത്തിയാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ആ മൂർത്തി ആ പരമചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നറിയുന്നതാണ് ഉപാസന ക്രമമായിട്ട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നമ്മുടെ നിത്യജീവിതം ജീവിക്കുന്ന സമയത്ത് അന്ധകരണ ശുദ്ധി ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ഭക്തി ഉണ്ടാകുമ്പോൾ, ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ഭജിക്കുമ്പോൾ ഈ തത്വം കൂടുതൽ തെളിഞ്ഞു വരും. കൂടുതൽ തെളിഞ്ഞു വരുംതോറും നന്നായിട്ട് കർമ്മയോഗം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അത് പരസ്പര പോഷകങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സാധകൻ പരമലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള സംബോധനയുണ്ട്. ആനന്ദചിന്മയ അല്ലേ, ആനന്ദരൂപമാണ്, ചിന്മയനുമാണ്. നമുക്കൊക്കെ ഓർമ്മിക്കാൻ എളുപ്പമാണ് അല്ലേ. ചിന്മയൻ, ചിത്മയം, പെർവേഡഡ് ആണ്.
ചൈതന്യമാണ്. ആ ചൈതന്യ സ്വരൂപമാണല്ലേ, ചൈതന്യൻ്റെ അറിവ് അല്ലേ, സർവജ്ഞനാണ് അങ്ങ്. അപ്പം എൻ്റെ അജ്ഞതയെ അങ്ങ് നീക്കിത്തരണം. അങ്ങേക്കറിയാലോ, ആ അജ്ഞതയെ നീക്കിത്തരൂ. പിന്നെന്താ, ആനന്ദ സ്വരൂപമാണ്. നമ്മളുടെ ഉള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അല്ലേ. ഭഗവാൻ വരദനായിട്ട് നിൽക്കുന്നു, എനിക്ക് എപ്പോഴും ആനന്ദം വേണം. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്മാരാണെങ്കിലോ ദുഃഖം നമുക്ക് തരാം അല്ലേ. നമ്മുടെ ഭഗവാന്മാരെല്ലാം ഗുരുദേവൻ പറയാറില്ലേ, നമുക്കത് കാരണം കുരിശിലൊന്നും അല്ല ഉള്ളത്, എല്ലാം നല്ല ഹാപ്പി 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 ആയിട്ട് അല്ലേ, എല്ലാം നല്ല ആനന്ദത്തോടു കൂടിയിട്ടായിരിക്കുന്നത് അവരിൽ. ആനന്ദസ്വരൂപ, കാരണം അതാണ് എപ്പോഴും വരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ആനന്ദ ചിന്മയ. തമാശയായിട്ട് സ്വാമിജി പറയാറുണ്ട് ഇങ്ങനത്തെ പോലെ കാര്യങ്ങൾ, ചിലപ്പോൾ നല്ല കുറിക്ക് കൊള്ളുന്നതാണ് അല്ലേ. നമ്മുടെ ഭഗവാൻ എന്താ, നിർവികാരം, നിരാമയൻ, നിർവികാരൻ. അതാണ് നമ്മുടെയൊക്കെ നിർവികാരമാണ്. ഞങ്ങൾക്കിങ്ങനെ വികാരി അച്ഛന്മാരൊന്നും ഇല്ല. അതൊക്കെ വികാരം എന്ന് പറഞ്ഞാൽ എന്താ, മോഡിഫിക്കേഷൻസ്. തത്വം തന്നെ പറഞ്ഞത് മോഡിഫിക്കേഷൻ, വിത്തൗട്ട് എനി മോഡിഫിക്കേഷനാണ് പരമാത്മ ചൈതന്യം അല്ലേ. അതുകൊണ്ട് വികാരിയില്ല. വികാരഭരിതർക്കുള്ളതല്ല ഉപനിഷത് മാർഗം, ധീരന്മാരുടെ പാതയാണ് അല്ലേ. നിർവികാര നിരാകാര തത്വത്തെ അറിയണമെങ്കിൽ മനസ്സിന് അത്രയും നല്ല ശാന്തിയും അതുപോലെ നല്ല ധൈര്യവും ഉണ്ടായി ആ ലക്ഷ്യം നന്നായിട്ട് ഉറക്കണം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്ക് സഗുണസാകാരമൂർത്തിയെ ഉപാസിക്കുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അടുത്തതിൽ വിളിച്ചു, ആ ഭഗവാൻ ആരാണ്, ഹരേ ഗോപികാരമണ. ഹരി എന്ന് പറയുമ്പോൾ ഇവിടെ ഹരിക്കുന്നവൻ. എന്തിനെ ഹരിക്കുന്നു, ദുഃഖത്തെ. ദുഃഖം എന്തിൽ നിന്നുണ്ടായി, അജ്ഞാനത്തിൽ നിന്നുണ്ടായി അല്ലേ. ദുഃഖം എന്തെന്നുണ്ടായി എന്ന് പഠിക്കണോ, ഒരു സെഷനുണ്ട് അല്ലേ, ഉണ്ട്. ഒരു മൂലതത്വം ഉള്ളതുണ്ട്, അത് പഠിക്കും. അപ്പോൾ അറിയാം എന്തെന്നാ ദുഃഖം ഉണ്ടായത്, അതിൻ്റെ പരിഹാരം എന്താണെന്ന്. അപ്പോൾ ആ ദുഃഖം അജ്ഞാനത്തിൽ നിന്നുണ്ടായി. അജ്ഞാനത്തെ ഹരിക്കുന്നവൻ, അജ്ഞാനം കൊണ്ടാണല്ലോ അതുണ്ടായത്. അപ്പം പ്രാർത്ഥന എന്താ, ഈ ദ്വൈത ഭാവം പോയി ഏകഭാവം വരണേ, അജ്ഞാനത്തിൽ നിന്നുണ്ട്. അത് അങ്ങ് സമർത്ഥനാണ്, ഹരിയാണങ്ങ്. പിന്നെയോ ഗോപികാരമണ, ഗോപികമാരെ രമിപ്പിച്ചിട്ടേ, ഗോപികമാരെ രമിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ കൃഷ്ണൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫോർമേഷൻ അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് തൻ്റെ തത്വം പറഞ്ഞു കൊടുത്ത് തന്നോട് ചേർത്തു. ആ രമിക്കാനായിട്ട് വന്ന ഗോപികമാരിൽ രമിച്ചു, ഗോപികമാർ കൃഷ്ണനിൽ രമിക്കാനായിട്ട് വന്നു. പക്ഷേ ആ രമിക്കാൻ വന്ന ഗോപികമാരെ പോലും അറിവ് കൊടുത്ത് അനുഗ്രഹിച്ച ഹേ ഭഗവാനെ, ഞാൻ ഈ സംസാര ലോകത്തിൽ ഇങ്ങനെ അല്ലേ, അതിലാണ് റെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് എന്നെ പൊക്കി അങ്ങ് ആരാണ്, അതാണ് ഞാൻ എന്നുള്ള അറിവ് തന്നെ എന്നെ അനുഗ്രഹിക്കൂ. എന്നിട്ടോ ഞാനെന്ന ഭാവം അത് തോന്നായക വേണം. എത്ര എളുപ്പമാണ് അല്ലേ, ഞാനെന്ന ഭാവം അത് തോന്നാൻ പാടില്ല. ഇനി സപ്പോസ് തോന്നുകയാണെങ്കിലോ, അഖിലം ഞാൻ, അഖിലം എന്നുള്ളത് അപ്പം എന്തൊക്കെ പെടും, ഇതം സർവം ജഗത് അല്ലേ. ഇതം എന്നുള്ളത് ഇത് മുതൽ എല്ലാം തോന്നണം. അതെല്ലാം എന്താണ്, ഏത് ഞാൻ, വലിയ ഞാൻ അല്ലേ, ബിഗ് ഐ എന്ന് പറഞ്ഞു. അതായത് ഒരു ഞാനേ ഉള്ളൂ, അത് ഓം ആണ്. നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ഞാൻ 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 എന്താ, പരിച്ഛിന്ന ജീവനാണ്, പരിമിത ജീവനാണ്. അവിടെയാണ് ഞാനെന്ന ഭാവം തോന്നിയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ, അതാണ് അഹങ്കാരങ്ങളായിട്ട് നമുക്ക് ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കൂടെ വ്യവഹരിക്കുന്ന സമയത്ത് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ സത്വഗുണ രജോ ഗുണ തമോ ഗുണ പ്രധാനികളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഭൂതകാല വർത്തമാനകാല ഭവിഷ്യകാലങ്ങളിലായിട്ട് അനേകം അനുഭവങ്ങളുണ്ടായി അല്ലേ. വളരെ തരത്തിൽ നമ്മൾ സമാധാനരഹിതരായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്, ഇതൊന്നല്ല, ത്രിഗുണരഹിതനാണ് ഞാൻ. അതിന് ആ ഞാൻ ഇതൊന്നും സ്പർശിക്കാത്തതാണ്, അതാണ് ഞാനെന്ന് തോന്നണം. അല്ലാത്ത ഞാൻ ഈ അഹങ്കാരമായിട്ട് തോന്നരുതേ. എന്നാൽ ഭക്തിയുടെ ഇതിലും പറയുന്നുണ്ടല്ലോ, ഭഗവാനും ഭക്തനും ഇടയ്ക്കുള്ള ഒരേ ഒരു തടസ്സം അഹങ്കാരം മാത്രമാണ്. അഹങ്കാരം കളയൽ മാത്രമേ ഭഗവാൻ ചെയ്യുന്നുള്ളൂ, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളും ഭഗവാനും ഒന്നായി. അത് കളയാൻ വേണ്ടിയിട്ടാണ് പല പല കഥകളും ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഞാനെന്ന ഭാവം തോന്നരുതേ. പക്ഷെ നമുക്ക് തോന്നാതിരിക്കില്ല. അപ്പോൾ അതിൻ്റെ മറുഭാഗം പറയും, തോന്നുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാം ഞാൻ, ഈ ശരീരം എൻ്റെ ഇത് മാത്രം എന്നുള്ളതല്ല, പരിമിതമായിരിക്കുന്ന ഈ ഞാനല്ല, അതല്ല സത്യം അല്ലേ. എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, എൻ്റെ അനുഭവം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സമ്പാദ്യം, എൻ്റെ ഇഷ്ടം, അതല്ല.
എല്ലാം ഞാൻ. ഇത് സാധിക്കുമോ? ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? ഈ പറഞ്ഞതൊന്നും നമുക്ക് പുതിയ അറിവൊന്നും അല്ല. ഇത് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതൊക്കെ. പക്ഷെ അത് ബുദ്ധിമുട്ടല്ലേ? ഞാനെന്ന ഭാവം തോന്നുമ്പോൾ എല്ലാം ഞാനെന്ന തോന്നണം. ചിലതിലൊക്കെ ഞാൻ, അല്ലാത്തതിലൊന്നും ഞാനല്ല. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പൂർണ്ണത ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാം ഞാനെന്ന തോന്നണം എന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മനനം ചെയ്ത് ഉറപ്പിക്കണം. മനനം ചെയ്യാനായിട്ടാണ് അടുത്ത ശ്ലോകം പരമപ്രധാനമായിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് വായിക്കാം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തുഹരി നാരായണായ നമഃ. പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും വരെ തത്വം പറയാനുള്ളത് ബേസിക് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങി ജീവിക്കുന്ന സമയത്ത് നമ്മൾ അപഗ്രഥനം ചെയ്യുക. എന്താണ് ഈ നാനാത്വം നിറഞ്ഞ ഈ ലോകം, മാറി മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരം, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എങ്ങനെ പ്രകാശിക്കപ്പെടുന്നു? എങ്ങനെ ഞാൻ അറിയുന്നു? ആ ബോധം എന്തുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നില്ല? പക്ഷേ ഇതിനെയൊക്കെ അറിയിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ പലതും കണ്ടും കേട്ടും തൊട്ടും മണത്തും തിന്നും ഒക്കെയാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. വീണ്ടും ആഗ്രഹങ്ങളുണ്ടാകും അല്ലേ? പിന്നെ നടന്നും കിടന്നും വർത്തമാനം പറഞ്ഞിട്ടും ഒക്കെയാണ് നമ്മളതിനെയൊക്കെ പ്രകടമാക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാനും തിരിച്ചറിയാനും വീണ്ടും ആഗ്രഹം ഉണ്ടാവാനും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് ഏതൊന്നെൻ്റെ വെളിച്ചത്തിലാണ്? അർക്ക, അനല, ആദി, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, മിന്നൽ, അതൊക്കെയാണ് പ്രകാശസ്രോതസ്സുകൾ. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആഗ്രഹങ്ങളെ ഉണ്ടാക്കി മനസ്സിൽ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായി ഇന്ദ്രിയങ്ങളിൽ കൂടെ വിഷയങ്ങളിലേക്ക് പോയി അങ്ങനെ പാഞ്ഞു നടക്കലാണ് നമ്മളിന്ന് ബിസി എന്ന് പറയുന്നത് അല്ലേ? അതാണ് തിരക്ക് പിടിച്ച ജീവിതം. അത് എത്ര മാത്രം ഫാസ്റ്റായി പോകുന്നു, അതാണ് ജീവിതം. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു? കാണുന്നത്. അപ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ പറയണം. വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ പ്രകാശിപ്പിക്കുന്നത് അർക്ക, അനലാദി അല്ലേ? അതാണ് വിഷയങ്ങൾക്ക് കണ്ണ് എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്, പ്രകാശിപ്പിച്ചു തരുന്നത് ഈ പ്രകാശ സ്രോതസ്സുകളാണ്. അതിനെ ആര് കാണുന്നു? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു നമ്മളുടെ കണ്ണ്. ആ കണ്ണ് എങ്ങനെ? കണ്ണിനു കണ്ണ് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തിയായിട്ടുള്ളത് മനസ്സ്. മനസ്സെന്ന് പറയുമ്പോൾ ബുദ്ധിയും ചിത്തവും എല്ലാം ഉൾപ്പെടും. അണ്ടർസ്റ്റുഡാണ്. അന്ധക്കരണ ചതുഷ്ടയം. അതിനെ ആര് പ്രകാശിപ്പിക്കുന്നു? മനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ. എന്താ പൊരുൾ? ഓം അല്ലേ? ഓം ആണ് പൊരുൾ. ആ പൊരുളാണ് ഈ അന്ധക്കരണ നമ്മുടെ ബുദ്ധിയെ, ചിത്തത്തെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, പ്രാണനെ, സ്ഥൂല ശരീരത്തെ, പുറമേയുള്ള വിഷയങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കുന്നത്. ഇതെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നത് ഓം അല്ലേ? അപ്പോൾ നമ്മളുടെ മനസ്സിലാണ് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ കൂടെ വിഷയങ്ങളിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ ഭുജിക്കുന്നത്, വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിയായ സ്രോതസ് ഏതാണ്? ഓംകാരമായ പൊരുൾ. അതാരാണ്? താൻ. ഞാനാണ് അതിന് പുറകിൽ. ഇതാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ വളരെ എന്താ പറയുക, കോൺക്രീറ്റ് ചെയ്ത പോലെ ഉറപ്പിക്കേണ്ട സാധനം. ഓംകാരമായ ആ പൊരുൾ താൻ എന്ന് ഉറയ്ക്കും. ഇവിടെ വളരെ ബോധപൂർവമാണ് ആചാര്യസ്വാമികൾ അത് വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, പക്ഷേ എൻ്റെ ഉറച്ചിട്ടില്ല. അറിയാം, ചിലപ്പോഴൊക്കെ ഓർമ്മയും വരുന്നുണ്ട്, പക്ഷേ ഉറയ്ക്കണം. ഉറയ്ക്കാൻ എന്താ ചെയ്യുക? വീണ്ടും 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 കേട്ടും പറഞ്ഞും ചിന്തിച്ചും തന്നെ അതിനെ ഉറപ്പിക്കണം അല്ലേ? അപ്പം എന്തുണ്ടാവും? എന്ത് കിട്ടും അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ? അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വിരോധം? അറിഞ്ഞാൽ ആനന്ദം. എന്തൊരു ആനന്ദമായിരിക്കും അല്ലേ? ഇപ്പം നോക്കൂ, ഈ ഒരു ഇത് സംഘടിപ്പിച്ചതിൻ്റെ പുറകിൽ ഇന്ന ആൾ, എന്തൊരു ആനന്ദം, എനിക്ക് കാരണക്കാരനാവാൻ സാധിച്ചല്ലോ അല്ലേ? ഒരു വലിയൊരു കാര്യം നടന്നു, അതിൻ്റെ പുറകിൽ ഞാനാണ്, എൻ്റെ ഒരു ആശയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹായമാണ്. ഒരാളെ നമുക്കൊരു വേദന മാറ്റാൻ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ചെറിയൊരു ധനസഹായം കൊടുത്ത് എനിക്ക് സാധിച്ചു. എൻ്റെ പേരൊന്നും പറയണ്ട കേട്ടോ,
പക്ഷെ എനിക്ക് സാധിച്ചല്ലോ. ആ സമയത്ത് ആനന്ദം അനുഭവിക്കണ്ടോ ഇല്ലേ? ഒരാളുടെ വിജയത്തിന് പുറകിൽ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ട്യൂഷനോ കൊടുത്തു എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കുന്നു. ആ കുട്ടി വിജയിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലുള്ള ഇത് ഞാനാണെന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിൻ്റെ തന്നെ കേട്ടോ, ആണോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞു കഴിയുമ്പോൾ എന്താ ആനന്ദം അല്ലേ? ഒരാളെ എനിക്ക് സഹായിക്കാൻ പറ്റി, ആ ആളുടെ വിജയത്തിന് പുറകിൽ, ആ ആളുടെ സുഖത്തിന് പുറകിൽ, ആ ആളുടെ തൃപ്തിക്ക് പുറകിൽ ഞാനാണെന്ന് അറിയുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും. അപ്പം ഇവിടെ ഗുരുക്കന്മാർ നമുക്ക് വരം തരുന്നത് എന്താ? ഉറപ്പ് തരുന്നത് എന്തെല്ലാം ഈ ലോകത്തിൽ നടക്കുന്നുണ്ടോ, എന്ന് മുതൽ ഈ ലോകം തുടങ്ങിയിട്ടുണ്ടോ, ലോകമില്ലാത്ത അവസ്ഥയുണ്ടോ, അപ്പോഴൊക്കെ എല്ലാത്തിൻ്റെയും പുറകിലുള്ളതാരാണ്? ഞാൻ. അപ്പം എന്തൊരാനെന്ന് പറയാൻ പറ്റുമോ? യാതൊന്നെല്ലാം ഇവിടെ നടക്കുന്നുണ്ടോ, എല്ലാറ്റിൻ്റെയും പുറകിലുള്ള തത്വം, പൊരുൾ ആണ് ഞാൻ എന്നറിഞ്ഞു കഴിയുമ്പോൾ എന്തൊരാനന്ദം പറയാൻ സാധിക്കില്ല. ആ ആനന്ദം അനുഭവിച്ച് അറിയാനാണ് പറയുന്നത്. അനുഭവിച്ചറിയാനല്ലേ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ നമ്മളോട് ക്ലാസ്സിലൊക്കെ പോണവരോട് ചോദിക്കില്ല, നിങ്ങൾ എന്തിനാ ഈ വീണ്ടും വീണ്ടും ഗീതാ ഭാഗവതം എന്താ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ പോയി കിട്ടണത്? അത് നിങ്ങൾ വന്ന് നോക്കൂ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇന്നത് കിട്ടണതിന് എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും പറ്റില്ല അല്ലേ? അപ്പോൾ കുറച്ച് നേരമെങ്കിലും ആ ഞാനിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ, ആ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളൊരു ആനന്ദം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ചെറിയ ഡോസുകൾ, അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും അതിൽ രമിക്കാൻ സാധിച്ചാൽ അതല്ലേ മനുഷ്യജീവിതത്തിൻ്റെ സഫലം. എല്ലാ കാലത്തും അതിൽ പറയുന്നു, ഒരു പ്രാവശ്യം ആ ആനന്ദം കിട്ടിയാൽ പിന്നെ അത് പോകില്ല. വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനന്ദം വസ്തുക്കളെ പോലെ തന്നെ പോവും, പരിമിതമാണ്, നൈമിഷികമാണ്, കാലത്തിൽ ഉണ്ടായതാണ്, കാലത്തിൽ നശിക്കും. ഇത് കാലാതീതമായ തത്വം ആണ് ഞാൻ എന്നറിയുമ്പോൾ ഞാൻ എല്ലാ കാലത്തും നിൽക്കുന്നു, എന്നും ഞാൻ ആനന്ദസ്വരൂപമാണ്, എന്നും പ്രകാശമാണ് എൻ്റെ സ്വരൂപം എന്ന് അറിഞ്ഞ് ഉറയ്ക്കുമ്പോൾ നമുക്ക് അതിനെയാണ് അപരിമിതമായ ആനന്ദം എന്ന് പറയുക. അത് അറിയാനുള്ള അനുഗ്രഹം തരണേ എന്നാണ് ഈ 4 ശ്ലോകങ്ങളിലും കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അതിന് നമ്മൾ വീണ്ടും വീണ്ടും അപ്പോൾ 2 തലവും ഇവിടെ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ പരമപുരുഷാർത്ഥം എന്നുള്ളത് മോക്ഷമാണ്, അത് ഓങ്കാരമാണ് ഞാനെന്ന് തിരിച്ചറിയലാണ്. അതിനെ ബുദ്ധിയുടെ തലത്തിൽ ആദ്യം ഗ്രഹിക്കുക, അതിന് ഗുരു വേണം. ഗ്രഹിച്ചതിനെ പിന്നീട് നമ്മൾ വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കണമെങ്കിൽ വീണ്ടും പറഞ്ഞു, പിന്നെന്താ 3 കാര്യങ്ങൾ? ശ്രുതി, യുക്തി, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ ഉറപ്പിക്കുമ്പോൾ ഈ അനുഭവം നമുക്കും ഉണ്ടാകുന്നു. അപ്പോൾ അതിന് നമുക്ക് പ്രാപ്തരാവണമെങ്കിൽ നമ്മളുടെ കർമാനുഷ്ഠാനങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതിന് ആനന്ദചിന്മയ ഗോപികാരമണ ഹരി എന്നുള്ള ഭാവത്തിൽ അതേ തത്വത്തിനെ തന്നെ നമ്മൾ ഉപാസന ചെയ്ത് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കി ഭഗവതർപ്പണമായിട്ട് കർമ്മം ചെയ്ത് എപ്രകാരമാണോ ഗോപികമാർക്ക് അറിവ് കൊടുത്ത് അല്ലെ ഗോപികാഗീതത്തിലൊക്കെ പറയുന്നില്ലേ അനുഗ്രഹിച്ചത്, അതുപോലെ ആ അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർമ്മയോഗം അനുഷ്ഠിച്ച് ഭക്തി വളർത്തി ഈ അവസാന ഭാഗത്ത് പറയും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. അതെത്താൻ സാധിക്കണമെങ്കിൽ അർക്കാനല്ലാതിൽ നിന്ന് തുടങ്ങണം അല്ലേ? അത് തുടങ്ങണമെങ്കിൽ ഇവിടുന്ന് പോയി തിരിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ദൃഗ്ദൃശ്യ വിവേകം ക്ലാസ്സിനോ തത്വബോധോ വിവേക ചൂടാമണിയൊക്കെ വീണ്ടും എടുത്ത് പഠിച്ചാൽ ഇത് കൂടുതൽ പഠിക്കാൻ പറ്റും. അതുപോലെ കേനോപനിഷത്ത് ഒക്കെ ഈ തന്നെ പറയണത്. അപ്പോൾ ഇത് സംഗതി എളുപ്പമാണ്. ഞാനെന്ന ഭാവം അത് തോന്നായക വേണം, തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഞാനെന്ന് തോന്നണം എന്നൊക്കെ. പക്ഷെ അതിന് ഈ എല്ലാറ്റിൻ്റെയും പുറകിൽ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്ത് എന്നിലേക്ക് എത്തണം. അത് കൂടുതൽ കൂടുതൽ ചെയ്യാനും അതുപോലെ അത് ഉറപ്പിക്കാനും ഗുരുവിൻ്റെ കൃപാവലികൾ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ തുടർന്നുള്ള ഭാഗം നാളെ മറ്റന്നാളായിട്ട് നമുക്ക് കാണാം. ശരിയോ? അടുത്തട്ടെ ശാന്തി മന്ത്രം വേണം. ശാന്തി മന്ത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എന്താ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല.
നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണി നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം സദ്ഗുരും ബ്രഹ്മവിദ്വരം. വാണീദേവി സുനീലവേണുസുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശു കളവാൻ എന്നാവിലാത്താദരം വാണിയിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ഹരി ഓം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഹരിനാമ കീർത്തനമാണ് എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ചിട്ട് ക്യാമ്പ് അംഗങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കട്ടെ. കാരണം ഇന്നലെ തോന്നിയിട്ടുണ്ടാവും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 300 പേരുണ്ട്, വേഗം പോയി രജിസ്റ്റർ ചെയ്യണം, 200 എന്തായാലും ഉണ്ടാവും എന്നവർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 100 പോലും കാണാനില്ലല്ലോ എന്നിങ്ങനെ ആശങ്കയോടുകൂടി ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് ബോംബെയിൽ നിന്നും മറ്റും വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെട്ട നമ്മൾ ധന്യരാണെന്ന് ഇന്നലെ ഉദ്ഘാടന വേളയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി. അതൊന്നും കൂടി ഉറപ്പിച്ചിട്ട് ഇന്ന് മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും കേൾക്കണം. കാരണം നമുക്ക് നമ്മളിൽ തന്നെ അഭിമാനം തോന്നണം. ഇന്നലെ പല സ്വാമിജിമാരും പറഞ്ഞല്ലോ സ്ഥലമഹിമയും ഇവിടുത്തെ നമ്മളുടെ പുസ്തകങ്ങളുടെ പ്രാധാന്യമൊക്കെ. അപ്പം അതിന് നമ്മൾ അർഹരായതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇവിടെ എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ വരാത്തവരെ പറ്റി നമ്മളിപ്പോൾ മനസ്സിൽ കാണണ്ട. കാരണം വരാൻ ആഗ്രഹിച്ചിട്ടും പരിപാടി ഇട്ടിട്ടും നല്ലപോലെ പ്രയത്നിച്ചിട്ടും വരാൻ പറ്റാത്തവർ ഫോണിൽ കൂടെയൊക്കെ വളരെ വിഷമത്തോട് കൂടിയിട്ട് കരയുന്ന പോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം, ഏതൊക്കെയോ പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കാം നമ്മൾ ഈ പുണ്യഭൂമിയിൽ പ്രത്യേകിച്ചിട്ടും മലയാളത്തിലുള്ള കൃതികളെ ഒന്നിച്ചിരുന്നൊന്ന് അവലോകനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിപ്പെട്ടത്. അതിൽ നമുക്ക് ആത്മാഭിമാനം തോന്നണം. നമ്മൾ ചെയ്തത് തീരെ ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു സംഗതിയായിട്ട് തന്നെ കണ്ട് സ്വാഭിമാനത്തോടു കൂടി നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. അതുപോലെ ഞങ്ങളെല്ലാവരും തന്നെയാണ്, അതുപോലെ ഞങ്ങൾക്കിത് ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമാണ്. ഇതിലും പറഞ്ഞല്ലോ, ധ്രുവജേത സത്യം പറഞ്ഞു. ഞങ്ങളെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എല്ലാ ദിവസവും നിൽക്കണോ, ഇത്രയും സ്വാമിജിമാരെന്തിനാ എല്ലാ ദിവസവും നിൽക്കണേ? അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ ഒരു നമ്പർ ഇതാണ്, അമേരിക്കയിൽ നിന്ന് സിദ്ധാന്തജി വന്ന് മുഴുവൻ നിൽക്കണം. അപ്പം നമുക്കും തോന്നി, അയ്യോ അമേരിക്കയിൽ നിന്ന് സ്വാമിജി വന്ന് നിൽക്കും, പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്ന് മോശമല്ലേ, ഒന്ന് അഭിമാന പ്രശ്നമല്ലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ശരി നിന്നേക്കാന്ന്. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇന്നലെ മറ്റൊരു തമാശ രൂപത്തിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഉള്ള ഡെലിഗേറ്റ്സും ആചാര്യന്മാരും കൂടി എന്താണ് നമ്മുടെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ, പക്ഷെ അതിനും കൂടെ പോരാ ഇപ്പോൾ. കാരണം ഒരു സ്വാമിക്ക് 4 പേര് വേണ്ട, ഇപ്പം അത്ര ഇല്ല. 21 ആചാര്യന്മാരുണ്ട്, ആകെ 60 പേരേ ഉള്ളൂ. അപ്പം ത്രിമൂർത്തികളായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഞങ്ങളും ഒരുമിച്ച് എത്താറേയില്ല. ഇപ്പോൾ കേരള സംസ്ഥാന തലത്തിലുള്ള പല ചർച്ചാ വേദികളിലും പല പ്രധാന പരിപാടികളിൽ പോലും വിവിക്താനന്ദജി ആവർത്തിച്ചിട്ട് സർക്കുലർ അയച്ചിട്ടും ഫോൺ ചെയ്തിട്ടും ഒക്കെ പോലും ഞങ്ങൾക്ക് മിക്കവാറും പേർക്ക് ഒരുമിച്ച് എത്താൻ പറ്റാറില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സമാഗമമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു, വളരെ
ത്യാഗം സഹിച്ചിട്ട് തന്നെയായിരിക്കും പലതരത്തിൽ. പക്ഷേ ഇവിടെയുള്ള ഓരോ നിമിഷവും നമ്മൾ ആനന്ദിക്കണം. തിരിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, ഞാനൊക്കെ ഇവിടെ വന്ന് ചാർജ് എടുത്ത സമയത്ത് ഇത്രയൊന്നും കെട്ടിടങ്ങളൊന്നും വന്നിട്ടില്ല. 98 മാർച്ച് 18 ഞാൻ വന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, പഴയ ബിൽഡിങ്സാണ് കൂടുതൽ. ഇവിടെ ആകെ 5 6 അന്തേവാസികളേ ഉള്ളൂ. ഞാനും ഒരു ഡയറക്ടറും ഒരു പൂജാരിയും ഒരു രാമേട്ടനും, അങ്ങനെ ഒരു 5 6 പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തേജോമയഞ്ചര ക്യാമ്പാണ്. അപ്പോൾ കുറേ സെൻറ്ററുകളിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അഭിനന്ദിച്ച് ഇങ്ങനെ എടുത്ത് പൊക്കേനു. ഓ ഹൗ ലക്കി യു ആർ. നമുക്കൊരു ലക്കിയും തോന്നിയില്ല. ഇത്രയും ഒറ്റപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു അറിവില്ല. ഓ ഹൗ ലക്കി, വി ഫീൽ ജലസി ടു യു. നമുക്ക് എന്താ ഇപ്പം ജലസി. ഒരു വല്ലാത്തൊരു പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കഷ്ടിച്ച് 3 വർഷമാണ് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു നിയോഗം ഉണ്ടായത്. പക്ഷേ ഇന്ന് നമ്മൾ അത് ആലോചിക്കാറുണ്ട്. ഓരോ ദിവസവും നമ്മളത് പിന്നീട് ആസ്വദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇരിക്കാനും നമുക്കൊരു അനുഗ്രഹം തന്നെ വേണം, ആ ഒരു പുണ്യഭൂമിയിൽ. അപ്പോൾ അത് അനുഭവത്തെന്ന് പറയുകയാണ്. പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ കാലത്തുള്ള ആ ഒരു അന്തരീക്ഷം. അപ്പോൾ അത് നിങ്ങളോടും പറയുകയാണ്, എത്രയും നേരത്തെ നമുക്ക് എഴുന്നേറ്റ് ഇവിടേക്ക് ഒന്ന് നടക്കാൻ സാധിക്കുന്നു, അതൊരു വലിയൊരു പോസിറ്റീവ്, നല്ലൊരു വൈബ്രേറ്റീവ് ഫീലിംഗ് തന്നെയായിരിക്കും. പിന്നീട് ക്ഷീണമൊക്കെ തോന്നിയാൽ ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് കിടന്നോളൂ. പക്ഷേ രാവിലെ നേരത്തെ ഉള്ള ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മളുടെ ഉള്ളിൽ പല ചലനങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അത് എത്തിപ്പെട്ടവർ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ആചാര്യന്മാരുണ്ട്. ഈ ക്ലാസ്സുകളിലല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാധനാപരമായിട്ടൊക്കെ സംസാരിക്കാനുള്ളത്, അതിനൊക്കെ ഞങ്ങളെല്ലാവരെയും ഉപയോഗപ്പെടുത്താം. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാപ്യർ തന്നെയാണ്. അങ്ങനെ ഒരു ഫീലിങ്ങേ വേണ്ട, എല്ലാവരും അതിന് സന്നദ്ധരായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ച ധ്രുവജിയെ അഭിനന്ദിക്കാതെ വയ്യ അല്ലേ? കാരണം ഏറ്റവും ഇത്രയും ഞങ്ങളെല്ലാവരെയും കാണും, ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, അനിയനെ പോലെയായിട്ട് വളർന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിച്ച് ഒത്തുകൂടൽ വേണം. ഞങ്ങൾ പോലും പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴും ഇല്ല, ഇതൊന്ന് അത്യാവശ്യമാണ് മലയാളികളുടെ ഒരു കൂട്ടായ്മ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മലയാളി കൂട്ടായ്മ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വളരെ നിർബന്ധപൂർവ്വം മുന്നോട്ട് വന്ന് എല്ലാ തരത്തിലുള്ള കോർഡിനേഷൻ പ്രവർത്തനങ്ങളും ചെയ്തത് ധ്രുവജിയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണെന്ന് എന്നാലും പറഞ്ഞുവല്ലോ, കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാവാനും നമ്മുടെ വ്യക്തിപരമായ വികാസത്തിനും ആത്മീയ ഉന്നതിക്കും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മളുടെ സമാഗമങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുക്കന്മാർ അതിനുള്ള വേദികൾ തന്നുകൊണ്ടേ ഇരിക്കും. നമ്മളത് ഉപയോഗപ്പെടുത്താനും കൂടി പ്രാപ്തരാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഹരിനാമകീർത്തനം ആര് രചിച്ചതാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ? ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തകവിയാണെന്നാണ്. നമ്മളുടെ ആചാര്യന്മാരെ കുറിച്ചിട്ടൊക്കെ പല ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശം തീർച്ചപ്പെടുത്തിയിട്ടുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അനുവർത്തിച്ച് വരുന്നത്, നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ മനസ്സിൽ സ്മരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ മുഴുവൻ വായിക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ മലയാളികൾ ഹരിനാമകീർത്തനം അല്ലേ, ഓങ്കാരമായ ഒരു 3 പേര് 5ാമത്തെ ശ്ലോകം ചോദിച്ചാൽ പിന്നെ അറിയില്ല, കൂടിയ 4 എണ്ണം പറയും അല്ലേ? കണ്ടെങ്കിരിക്കും പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറയില്ല. ഭാരതമഹിമ അതൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ ഒരു 5-6 എണ്ണം പീലിയിലേക്ക് പാടിയിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ അത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അല്ലേ? ഇതൊക്കെ ഉപനിഷത്ത് തുല്യങ്ങളായിട്ടുള്ള തന്നെ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഗാംഭീര്യത്തോടു കൂടിയിട്ടും അതിൻ്റെ ഗൗരവത്തോടു കൂടിയിട്ടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയിട്ടൊന്നും നമ്മൾ പതിവായിട്ട് അതിനെ സമീപിക്കാറില്ല. അപ്പോൾ ഈ 3 ദിവസം എനിക്ക് 3 ക്ലാസ്സാണ് ധ്രുവജി അനുവദിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ ശ്ലോകങ്ങളൊന്നും വിശദമായിട്ട് എടുക്കാനൊന്നും നമുക്കിവിടെ പറ്റില്ല. പക്ഷേ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തുടർന്നും വായിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും അനുവർത്തിക്കാനും നമുക്കിതൊരു പ്രേരണ ആവുമെങ്കിൽ അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ അതിന് സാധിക്കുള്ളൂ. കാരണം ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല, പറഞ്ഞതുകൊണ്ട് മാത്രം ആവില്ല. നമ്മൾ
ഉള്ളിലേക്ക് എടുത്ത് അതിനെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊരു പ്രേരണ, ഒരു ഉത്തേജനം നമുക്ക് കിട്ടുമെങ്കിൽ അത് മാത്രമാണ് ഈ 3 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എല്ലാ കൃതികളും തന്നെ വളരെ ലളിതമായിരിക്കുന്ന ഭാഷയിലാണെങ്കിലും ഗുരുദേവനൊക്കെ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് വിത്ത് മീനിങ്, അത്രയും അർത്ഥഗർഭമായിരിക്കുന്ന തരത്തിലാണ് വാക്കുകളുടെയൊക്കെ പ്രയോഗം. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ മഹാത്മ്യം ചോർന്നു പോകാതെയാണ് വേദാന്ത തത്വങ്ങളെ അദ്ദേഹം നല്ല പ്രാസത്തോടുകൂടി ഈണത്തിൽ ചൊല്ലാൻ പാകത്തിന് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്രധാന ഗ്രന്ഥമാണ് ഹരിനാമകീർത്തനം. പിന്നെ നമ്മൾ പ്രചാരത്തിലുള്ളത് ഏതൊക്കെയാണ്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ട് അല്ലേ, പിന്നെ മഹാഭാഗവതം, കിളിപ്പാട്ട്, പിന്നെ മഹാഭാരതം, കിളിപ്പാട്ട്, പിന്നെ ഇത്രയ്ക്ക് നമ്മൾ ഓർക്കാറന്നേ ഉള്ളൂ അല്ലേ. ഇനി ശ്രദ്ധപ്പെടുത്താണ്, നമ്മളുടെയൊക്കെ ലേറ്റായിട്ടാണ് നമ്മളുടെയൊക്കെ ശ്രദ്ധ വന്നത്. അത് ആ ഒരു അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ചിന്താരത്നം എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ സിഫിലിരുന്നപ്പോഴാണ് കണ്ടത്, ചിന്താരത്നം. അപ്പോൾ നമുക്ക് സംശയം തോന്നി, ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഗംഭീരാഞ്ജിയായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് അതാണ്. പിന്നെ നമ്മളത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിമനോഹരമാണ്, അതിഗഹനമാണ്. അത് കുറച്ച് കാലമായിട്ട് ഇവിടെ തന്നെ ഞാനൊരു ക്യാമ്പൊക്കെ വെച്ച് നടത്തണമെന്ന് വിചാരിച്ചത് സാധിച്ചില്ല. ഇപ്പം ഞാനത് തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു സ്റ്റഡി ഗ്രൂപ്പിൽ അത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാമായണത്തിൻ്റെ ആ ശീല് തന്നെയാണ്, പക്ഷേ ഗഹനമായിരിക്കുന്ന വേദാന്തമാണ്. ഒരു സ്ത്രീയെ ശിഷ്യയായിട്ട് കണ്ടുകൊണ്ട് ഒരു സ്ത്രീരത്നം തന്നെയല്ലേ പറയുന്നത്. സ്ത്രീരത്നത്തിന് സാധനാ പദ്ധതി ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അത് സാധനാ പദ്ധതി ആയതുകൊണ്ട് മിനിമം തത്വബോധമോ വിവേക ചൂടാമണിയോ ദൃഗ്ദൃശ്യ വിവേകമോ എങ്കിലും പഠിച്ചവർക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. വായിക്കുമ്പോൾ ശരിക്കും രാമായണം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃതി ഉണ്ടെന്ന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. നല്ലൊരു ഇതാണ്. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രധാനമായിട്ട് ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും കിട്ടുമെങ്കിലും ഇതുപോലെ നമ്മൾ അശ്രദ്ധമായിട്ട് വിട്ട പല കാര്യങ്ങളെയും ഒന്ന് പരിചയപ്പെടാൻ പറ്റും. അതുപോലെ ഞാനിപ്പോൾ ദേവി മാനസ പൂജയുടെ മലയാളം ഉണ്ട്, അപ്പോൾ അത് നമ്മുടെ സംവിജി എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ മനോഹരമായിട്ട് ഉള്ള ഒരു ഷോഡശോപചാരങ്ങളെ പദ്യരൂപത്തിലാക്കി അതിനെ നമുക്ക് മലയാളത്തിലാക്കിയിട്ട് തന്നിട്ടുണ്ട് ആചാര്യന്മാർ. ആ 16 ഉപചാരങ്ങളും കൊണ്ട് ദേവിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്ന രീതിയൊക്കെ. അതുപോലെ ദേവി മഹാത്മ്യം കിളിപ്പാട്ടും എഴുത്തച്ഛൻ എഴുതിയതാണ്. അതൊക്കെ ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കോപ്പി കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ പുസ്തക കടകളിലെ കിട്ടാനില്ല. അപ്പോൾ അത് നമ്മളെല്ലാം ചൊല്ലുന്നില്ലേ, യാ ദേവി സർവഭൂതേഷു, അതിൻ്റെ എല്ലാം നല്ല മലയാളത്തിൽ നമുക്ക് ചൊല്ലാൻ പാകത്തിന് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കാം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു കൂട്ടായ്മ വേസ്റ്റ് ആയിനെ തോന്നണ്ട. വന്നിട്ടുള്ള ആൾക്കാർ മലയാളത്തിൽ നമ്മൾ ഗൗരവം കൊടുക്കാതെ വിട്ട് പല കൃതികളെയും ഒന്ന് പരിചയപ്പെടാം. കൂടുതലായിട്ട് അവയെ സ്നേഹിക്കാനും പഠിക്കാനും നമുക്ക് ഉപയോഗപ്രദമാക്കാനും നമ്മൾ ശ്രമിക്കാം ഇവിടുന്ന് തിരിച്ച് പോയതിന് ശേഷം. അപ്പോൾ ഹരിനാമകീർത്തനകാരൻ തുഞ്ചത്തെഴുത്തച്ഛൻ ഈ അറിവിൻ്റെ തന്നെ ഒരു അറിവിൻ്റെ നിറകുടമായിരുന്നല്ലോ. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും എന്നാണ് പറയാം അല്ലേ. അറിവുള്ളവരെങ്ങനെയാണ് ജീവിക്കുക? എളിയ ജീവിതവും ഉയർന്ന ചിന്തയും അല്ലേ. സാധാരണ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അല്ലേ, ഉയർന്ന ജീവിത നിലവാരം, ഹൈഫൈ, പരിമിത ചിന്ത അല്ലേ, നേരെ വിപരീതമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിനെ പറ്റി പ്രശസ്തി ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സമകാലീനരായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആദ്യം നേരിട്ട് കണ്ടിട്ടില്ല അത്രേ. എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു വേളയിൽ അവർ ഒരുമിച്ചെത്തിയെന്നാണ്. ഒരുമിച്ച് അവർ കണ്ടിട്ടില്ല. അപ്പം ഭട്ടതിരിയോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോയിട്ട് പറഞ്ഞു, അത്രേ തിരുമേനി നമ്മുടെ എഴുത്തച്ഛൻ എത്തിയിട്ടുണ്ട്, എഴുത്തച്ഛനും വന്നിട്ടുണ്ട് അത്രേ ഇന്നത്തെ സദ്യക്കേന്ന്. അപ്പോൾ പറഞ്ഞു, കാണണ്ടേ? കാണാം, അല്ല നമുക്കൊന്ന് പോയി പരിചയപ്പെടാം, അവിടുത്തെ ആൾക്കാരുണ്ടാവും, പരിചയപ്പെടുത്തരാം. നമുക്കത് കാണാൻ സമയമാകുമ്പോൾ, അല്ല നമുക്കറിയില്ലല്ലോ കണ്ടാൽ, അപ്പോൾ നമുക്ക് പോയി പരിചയപ്പെടാമെന്ന്. അതൊക്കെ മനസ്സിലായിക്കൊള്ളുന്നവൻ. അപ്പോഴാണ് സദ്യയുടെ സമയമായി, ഉണ്ണാൻ വരാൻ പറഞ്ഞു. എല്ലാവരെയും പന്തിയിലിരുത്തി, അല്ല ഇപ്പോൾ പന്തിയില്ല, ഇരിക്കലും ഇല്ല, പന്തിപ്പായിട്ട് ഇരുത്തി തൂസനയിലേക്കിട്ട് സദ്യ വിളമ്പി
കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഭട്ടതിരിപ്പാടും ഈ ശിഷ്യനും ഒക്കെ കടന്നു പോണത്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ശിഷ്യനെ അറിഞ്ഞില്ല. അപ്പം ഭട്ടതിരിപ്പാട് പലരോടും പോയി ചോദിച്ചിട്ട് എന്താ ഉണ്ണാനിരിക്കണോ, എന്താ ഉണ്ണാനിരിക്കണോ എന്ന് പലരോടും ചോദിച്ചു. പലരുടെയും റിയാക്ഷൻ പലതായിരുന്നു. കണ്ടറിയില്ലേ, മുഖത്തെന്താ കണ്ണില്ലേ, ഉണ്ണാനല്ലാതെ പിന്നെ എന്തിനാ എല്ലാവരുടെ മുമ്പിലിരിക്കുക. ഇങ്ങനെ പല റിയാക്ഷനുമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന്. അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് കുറേ പേരെടുത്ത് പോയി ചോദിച്ചു. ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ ഉണ്ണാനിരിക്കാനല്ലേ? അല്ല, ഇരിക്കാനാ ഉണ്ണണ്. അപ്പോൾ മനസ്സിലാക്കി ഇത്ര ഇതാണ് എഴുത്തച്ഛൻ. അങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞതെന്നാണ്. കാരണം അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്, ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടുള്ള ഊണ് ഈ ശരീരത്തിന് ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. എന്തിന്? തൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട്. ശരീരമാദ്യം ഖലു ധർമ്മസാധന മാത്രമാണ് ഇത്. ഇതുകൊണ്ട് സാധിക്കേണ്ട ആദ്യ ധർമ്മം തന്നെ അറിയൽ തന്നെയാണെന്ന് അവർക്കറിയാം. ഇതിനെ തിരിച്ച് നമ്മൾ പറയും അല്ലേ, ശരീരമൊക്കെ മെലിഞ്ഞ് വരുമ്പോൾ എന്താ അറിയില്ലേ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ശരീരത്തിനെ സംരക്ഷിക്കലാണ് നമ്മുടെ പരമധർമ്മം എന്നാണ് തിരിച്ച് ചിന്തിക്കുക. അപ്പം അങ്ങനെയല്ല അറിവുള്ളവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എളിയ ജീവിതം നയിച്ച വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ഇത്ര അതിഗഹനമായിരിക്കുന്ന തത്വങ്ങളെ അതിലളിതമായിട്ട് ഈണത്തിലിപ്പോൾ ഇവിടെ പാടിയല്ലോ ദീപികാജി അല്ലേ, നന്നായിട്ട് പാടിയില്ലേ? കുറേ എത്തിയോ? ശരി, തുടർന്ന് അവരും പാടിത്തരും. ഇനിയുള്ള ഇതിൽ ഒന്ന് അതിൻ്റെ മെയിൻ തീം മാത്രം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പാടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാടേണ്ട ആവശ്യമില്ല അല്ലേ. ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ഹൃദിസ്ഥമായിരിക്കും. എനിക്കറിയാൻ നോക്കാനാ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. നാരായണായ നമ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. നാരായണൻ ആരാണ്? നാരത്തിൽ അയനം ചെയ്യുന്നവൻ, ആത്മവിദ്യാ സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് വിഷ്ണു രൂപത്തിലും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലൊക്കെ ആരാധിക്കപ്പെടുന്ന ദേവൻ. ആ നാരായണന് നമസ്കാരം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം നമ്മളുടെ പ്രധാന ഗ്രന്ഥങ്ങളുടെയും ആദ്യത്തെ ഏതാനും ശ്ലോകങ്ങളിലായിരിക്കും അതിൻ്റെ പ്രധാന ചർച്ചാ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടാവാം. അത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ ഇവിടെയും ഇന്നും നാളെയും ആ ഭാഗം വളരെ നന്നായിട്ട് കാണും. പിന്നെയുള്ളത് നമ്മുടെ സാധനാ പദ്ധതിയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ ഏത് ഗ്രന്ഥത്തിൻ്റെ, ഉപനിഷത്തായാലും ഭാഗവതമായാലും ഗീതയായാലും എല്ലാ അധ്യായത്തിൻ്റെയും ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ പറയാനുള്ള രഹസ്യം വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അതിൻ്റെ ഇലാബറേഷനാണ് അല്ലേ. ഇപ്പോൾ ഈശാവാസ്യോപനിഷത്തൊക്കെ ഒറ്റ മന്ത്രം മതി. അതിൽ മനസ്സിലാവാത്തവർക്കാണ് പിന്നീടുള്ള മന്ത്രങ്ങൾ. കേനോപനിഷത്തിൽ ഇത് ഗുരുദേവൻ പറയാറുണ്ട്. ആദ്യത്തെ ദിവസം യജ്ഞത്തിന് നാളെ മുതൽ നിങ്ങളൊന്നും വരണമെന്നില്ല, നിങ്ങൾ നാളെ മുതൽ യജ്ഞത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപനിഷത്ത് മനസ്സിലായിട്ടില്ല എന്ന അർത്ഥം. ആദ്യത്തെ ദിവസത്തെയാണ് പ്രധാനം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി യജ്ഞങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ദിവസം മാത്രം കേട്ട് നിർത്തരുത്. അവസാനത്തെ ദിവസം നിർബന്ധമായിട്ട് വരണം, അതുവരെ ഉണ്ടാവണം. പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മൾ രാമായണത്തിൽ കാണുന്നില്ലേ, എഴുത്തച്ഛൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ. പാർവതീദേവി ശിവഭഗവാനോട് ശ്രീ പരമേശ്വരനോട് ചോദിച്ചു, എന്താണ് ആ രാമതത്വം, അങ്ങ് എപ്പോഴും ധ്യാനിക്കുന്ന രാമതത്വം എന്ന് എനിക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇപ്പം ഞാൻ നിനക്കതാ പറഞ്ഞു തരാം. ആരാരാമൻ പിന്നെ എടുത്തു ഒക്കെ ഉപനിഷത്ത് വാക്കല്ലേ. പരമനിഷ്കള സ്വരൂപം, പരബ്രഹ്മം, കാരണങ്ങൾക്കതീതം, ചിതാകാശസ്വരൂപൻ എന്നൊക്കെ പറഞ്ഞ് അജൻ, അവ്യയൻ, ആത്മാരാമൻ, അകിഞ്ചനൻ, നിർവികാരൻ, നിർവികൽപ്പൻ, അനാമയൻ, എല്ലാം ആത്മസ്വരൂപത്തെ തന്നെയാണ് പറഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള രാമൻ അയോധ്യയിൽ ദശരഥന് പുത്രനായിട്ട് ജനിച്ചു. പിന്നെ പറഞ്ഞു ജനിച്ചു, പിന്നെ ഇന്ന എപ്പിസോഡുകളൊക്കെ അറിയാം. അവസാനം സ്വർഗാവാസമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ രാമൻ ജനിച്ചിട്ടുമില്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടുമില്ല, രാമൻ ദുഃഖിച്ചിട്ടുമില്ല അല്ലേ. രാമൻ എന്താണ്? ആത്മാരാമൻ അല്ലേ. ഞാൻ തന്നെയാണ് രാമൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാമായണം. അതുപോലെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ ഹരിനാമകീർത്തനം എഴുതാൻ പോകുന്നത്? ഓങ്കാരം, അതറിയാം.
ആ ഓംകാരം സൂചിപ്പിക്കുന്നത് ആ പരമതത്വം തന്നെ. അതാണ് നമ്മളുടെ എല്ലാം മൂല സ്വഭാവം, മൂലസ്വരൂപം, എസെൻഷ്യൽ നേച്ചർ. അതാണ് ഞാൻ എന്ന് നമുക്ക് അറിയണം. അപ്പം അതിനെ ഉറപ്പിക്കണം, അതേ ഉള്ളൂ. ആ ഓംകാരം സൂചിപ്പിക്കുന്നത് പരബ്രഹ്മതത്വം തന്നെ. ഇപ്പോൾ പരബ്രഹ്മത്തിൻ്റെ ലക്ഷണം നമ്മൾ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? സച്ചിന്മയം, അനാദി, അനന്തം, അജം, അവ്യയം. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദസ്വരൂപമാണ്. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്. ഇത് മൂന്നും ചേർന്നതാണ്. ആ പരബ്രഹ്മസ്വരൂപത്തെയാണ് ഓം എന്ന ഏകാക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മാത്രമേ ഗുരുക്കന്മാർക്ക് പറയാനുള്ളൂ. നിങ്ങൾ അതാണ്, അതാണ്. തത്വമസി എന്ന ഉപദേശവാക്യത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. ആ ഓംകാരമാണ് നമ്മൾ. അത് മറക്കുകയാണ് അജ്ഞാനം. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഞാൻ ഈ വ്യക്തിയാണ് അല്ലേ, ഈ പേരിൽ അറിയപ്പെടുന്നവനാണ്, അറിയപ്പെടുന്നവളാണ്. പിന്നെ നമ്മുടെ കഴിവ്, അറിവ്, ധനം, സ്വഭാവം, നേട്ടം, നഷ്ടം ഇത്യാദികളിലൊക്കെ അഭിമാനിച്ചിട്ടുള്ള ജീവഭാവത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയാനുള്ളത് നമ്മൾ ജീവനല്ല, ഓംകാര സ്വരൂപമാണ്. അത് നമുക്ക് ചിലപ്പോഴൊക്കെ ഓർമ്മ വരാറുണ്ട്, സിദ്ധാന്തപരമായിട്ട് അറിയാറുമുണ്ട്. പക്ഷേ അനുഭവിക്കുന്ന ആ ലോകത്തിൽ അത് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മൾ പാടിയിട്ടും ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കണമെന്ന്. ഇനി ശ്രവണം ചെയ്തതിനെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ശ്രുതി, യുക്തി, അനുഭവങ്ങൾ ഉപയോഗിച്ച് അതിന് നമുക്ക് ക്ലാരിറ്റി കിട്ടണം. അതിന് നല്ല സ്ഫുടമായിട്ട് നമുക്കത് വ്യക്തമായിട്ട് ധരിക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞത് ബോധം. ഈ ഓംകാരമാണ് ഞാൻ എന്ന ബോധം വരുത്തണം. ജ്ഞാനം നമുക്കുണ്ട്, അത് വിജ്ഞാനമായിട്ട് ഇവിടെ പ്രയോഗിക്കാൻ പറ്റാത്തത് നമ്മളത് ആ ബോധത്തിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ബോധം വരുത്തുന്നതിന് എന്ത് ചെയ്യണം? ഒരു ഗുരു വേണം. ഓംകാരമായ പൊരുൾ ഇവിടെ എന്ത് തോന്നുന്നു? നമുക്ക് മൂന്നായി പിരിഞ്ഞു, എന്നിട്ട് അതിൻ്റെ അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം ഓരോന്നുമായിട്ട് ചെന്ന് കുറേ അഹങ്കാരങ്ങൾ, വ്യക്തി അഹങ്കാരങ്ങൾ ഉണ്ടായി അല്ലേ? ഓരോ വ്യക്തിക്കും തോന്നുന്നത് എന്താ? ഞാൻ അല്ലേ? അപ്പം അങ്ങനെ കുറേ ഞാനുണ്ടല്ലോ. ഈ ഞാനിന് തന്നെ കുറേ ഭാവങ്ങളുണ്ട് അല്ലേ? ഉണർന്നിരിക്കുന്ന ഞാൻ, സ്വപ്നം കാണുന്ന ഞാൻ, ഉറങ്ങുന്ന ഞാൻ അല്ലേ? പഴയ കാലത്തിലുണ്ടായിരുന്ന ഞാൻ, ഇനി മാറാൻ പോകുന്ന ഞാൻ, ഇപ്പോൾ ഉള്ള ഞാൻ. അപ്പം അങ്ങനെ ഞാൻ കുറേ ഇല്ലേ? അത് പലതായിട്ട് പിരിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ ഞാൻ എന്ന് അഹങ്കരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? ഓംകാരം തന്നെയാണ്. കാരണം ആ അഹങ്കാരത്തെ പ്രകാശിപ്പിക്കുന്നതും ആ ഓമാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവതലത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ അനേകത്വം തോന്നുന്നു. ഞാൻ എന്ന ജീവനുണ്ട്, കുറേ ജീവന്മാർ ചേർന്ന ഈ ജഗത്തുണ്ട്, എന്നെയും ഈ ജഗത്തിനെയും, ഞാൻ ഉൾപ്പെടെയുള്ള ജഗത്തിനെ സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈശ്വരന്മാർക്കും നമ്മൾ കൽപ്പിക്കുന്ന ഈശ്വരഭാവത്തിൽ, മായാസഹിത ഭാവത്തിലുള്ളതിനൊക്കെ തിരോധാനമുണ്ട്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്. അപ്പോൾ അത് വീണ്ടും പറയുന്നു, അത് ഈ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണത്തിനെ പ്രാധാന്യമായിട്ടെടുത്ത് നമ്മൾ ബ്രഹ്മവിഷ്ണു ശിവന്മാരെ സങ്കല്പിക്കുന്നു. അവർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. എന്നിട്ട് സമഷ്ടി അഹങ്കാരമുണ്ട്. അത് തന്നെയാണ് വ്യഷ്ടി അഹങ്കാരങ്ങളായിട്ടും ഉള്ളത്. ഇവിടെ നമുക്ക് ഉപനിഷത്തുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ പരമാ ചൈതന്യം സ ഇക്ഷത, അത് സങ്കല്പിച്ചു പ്രജാസൃജേയ ഇതി അല്ലേ? കുറേ പ്രജകളെ ഉണ്ടാക്കാൻ. പക്ഷേ താൻ മാറിക്കൊണ്ടല്ല പ്രജകളെ ഉണ്ടാക്കിയിട്ടുള്ളത്, താൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് തീർന്നത്. അപ്പോൾ ആ ഓരോരുത്തരിലും അഹങ്കാരമായിട്ട് നിൽക്കുന്ന ജീവാത്മാവും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ജീവൻ എന്ത് വിചാരിക്കുന്നു? ഭഗവാൻ വേറെ, ഞാൻ വേറെ, എന്നിലുള്ള ഭഗവാൻ വേറെ, ആ ഭഗവാൻ അല്ലേ? ഞങ്ങൾ ശൈവര്, അവർ വൈഷ്ണവര്, ഞങ്ങൾ ഇന്ന ഗുരുവിൻ്റെ, മറ്റൊരു ഈ ഗുരുവിൻ്റെ, കുറേ ഭേദങ്ങൾ. ലൗകിക തലത്തിൽ മാത്രമല്ല ഭേദങ്ങൾ, ഉപാസനാ സമ്പ്രദായത്തിൽ ഭേദങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളിൽ ഇരിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ അഹങ്കാരം എന്നുള്ള വേറെ ഒന്ന് ഉണ്ടായിട്ടില്ല. അഹങ്കാരമായിട്ടുള്ളത്, അതായത് സമഷ്ടി അഹങ്കാരം, സമഷ്ടി ബുദ്ധിയും സമഷ്ടി മനസ്സും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് തത്വബോധാദി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒന്ന് തന്നെ മൂന്നായിട്ട് പിരിഞ്ഞിട്ടാണ് വ്യക്തിതലത്തിൽ എന്തുണ്ടാകുന്നത്? സ്ഥൂല ശരീരാഭിമാനിയായിരിക്കുന്ന വിശ്വൻ, സൂക്ഷ്മ ശരീരാഭിമാനിയായിരിക്കുന്ന തൈജസൻ,
കാരണശരീരാഭിമാനിയായിരിക്കുന്ന പ്രാജ്ഞനുണ്ടായിരിക്കും. അത് തന്നെയാണ് സമഷ്ടി രൂപത്തിൽ എന്തൊക്കെ വൈശ്വാനരനും ഹിരണ്യഗർഭനും ഈശ്വരനും ഹിരണ്യഗർഭനും ഒക്കെ. അപ്പോൾ ഒരാൾ തന്നെയാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ നിൽക്കുന്നത്. അഹങ്കാരമായത് താൻ തന്നെ സാക്ഷി. ഇവിടെ ഭഗവാനൊന്നും ആയിട്ടില്ല, സാക്ഷി ആണ്. സാക്ഷി ഒന്നിനോടും ചേരുന്നില്ല. വീണ്ടും നമ്മൾ ജ്ഞാനപ്പാനയിൽ കാണാം അല്ലേ, വിശ്വനാഥൻ ഇതെല്ലാം ചമച്ചത് എങ്ങനെയാണ്? ഒന്നിലും ചെന്ന് താനും വലയാൽ ഒന്നും ചെന്ന് തന്നോടും ചേരാതെ അല്ലേ, ഇൻഡിഫറൻ്റ് ആയിട്ട് നിന്ന് എല്ലാം ചെയ്തു, പക്ഷെ ഞാനൊന്നും ചെയ്തു. ഇത് തന്നെയാണ് നമ്മളോട് ജീവിതത്തിൽ നിൽക്കാൻ പറയുന്നത്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല അല്ലേ, എല്ലാം നടത്തിക്കുക, പക്ഷെ ഞാനൊന്നുമല്ല. അയാധ്യക്ഷേണ പ്രകൃതി സുയതേ സചരാചരം. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ആയിത്തീർന്നത്. അതുകൊണ്ട് ഭഗവാന് ദുഃഖവും ഇല്ല സുഖവും ഇല്ല, ഒരു ദ്വൈതവും ബാധിക്കുന്നില്ല. അപ്പം നമ്മളും ലൗകിക ജീവിതത്തിൽ പെട്ടിങ്ങനെ ഉഴലുമ്പോൾ കുറേ തരത്തിലുള്ള ഉയർച്ച താഴ്ചകളിൽ കൂടെ പോയി നമ്മുടെ മനസ്സമാധാനം അല്ലേ, ശരിക്കും മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല. ആ വാക്ക് തന്നെ ഒരു പ്രയോഗം ബുദ്ധിമുട്ടാണ് അല്ലേ. മനസ്സുണ്ടെങ്കിൽ സമാധാനം ഇല്ലല്ലോ. എപ്പോഴാണ് സമാധാനം കിട്ടുക? മനസ്സില്ലാതാവുമ്പോൾ അല്ലേ. അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല, കാരണം മനസ്സില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ജീവിതം തന്നെ ഇപ്പോൾ സമാധാനം ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് നമുക്കാണെങ്കിൽ സമാധാനം കുറവ് വരാൻ പറ്റില്ല അല്ലേ. അസന്തോഷം, അനാരോഗ്യം, ദുഃഖം, ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്താ കാരണം? എന്തുകൊണ്ടാണ് ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റാത്തത്? നമ്മുടെ സ്വരൂപം സുഖമാണ്. എന്തുകൊണ്ടാണ് മരിക്കാൻ ഇഷ്ടമില്ലാത്തത്? നമ്മൾ നിത്യനാണ്, അതുകൊണ്ട് മരിക്കാൻ ഇഷ്ടമില്ല അല്ലേ. ഒരു കാര്യം അറിയില്ല എന്ന് കാണിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? ഒരു ഭാഷയൊന്നും അറിയില്ലെങ്കിൽ പൊട്ട തെറ്റ് പറഞ്ഞാലേ നമ്മൾ അല്ലേ. എന്താ, ജ്ഞാനമാണ് എൻ്റെ സ്വരൂപം, അജ്ഞാനിയാണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പം എന്നും അറിവുള്ളവനാണ്, എന്നും ആനന്ദത്തോടുകൂടി ഇരിക്കുന്നവനാണ്, എല്ലാ കാലത്തും ഉള്ളവനാണ് വാസ്തവത്തിൽ ഞാൻ. പക്ഷെ ഇത് തിരിച്ചറിയാത്തത് കൊണ്ട്, റീകഗ്നേഷനാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ നിരന്തരം ദുഃഖിച്ച് വലയുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിനെ അല്ലേ ശപിച്ചുകൊണ്ട് വേണ്ടിയിരുന്നില്ല, എന്തിനാ, എന്നിട്ട് പറയാ എന്തിനിപ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിക്കാൻ പോയത്, വെറുതെ ഇരുന്നാൽ പോരായിരുന്നോ, എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ച് നമ്മളെങ്ങനെ വലയ്ക്കാൻ പോയത് അല്ലേ. പക്ഷെ അവിടെ പറഞ്ഞു ബ്രഹ്മാവിനും ഉണ്ട് കർമ്മം. അങ്ങനെ നമ്മളെ സമാധാനിപ്പിക്കുന്നു. ബ്രഹ്മാവ് മുതൽ ഈച്ച ഉറുമ്പോളം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വിഷമത്തോടുകൂടി, ഭാരത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, വേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് ഗുരുദേവൻ്റെ വാക്കുകൾ ഓർമ്മിക്കാം. ഇടയ്ക്കൊരു ഇംഗ്ലീഷൊക്കെ ആവാല്ലേ. അല്ല, ഗുരുദേവൻ പറയാനുണ്ടോ, ഡോണ്ട് ഡൈ വൈൽ ലിവിങ്, ലിവ് ആഫ്റ്റർ ഡെത്ത്. ചത്തുകൊണ്ട് ജീവിക്കരുത്, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പാടില്ല. ലിവ് ആഫ്റ്റർ ഡെത്ത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും, മരിക്കുന്ന എന്താ, ശരീരം, നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു 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 പ്രചോദനം തോന്നുന്ന തരത്തിൽ നമ്മൾ ജീവിക്കണമെന്ന്. ഇന്ന് നോക്കൂ, നമുക്ക് അങ്ങനെ പ്രചോദനം കിട്ടുന്നത് ആരെയൊക്കെ ഓർക്കുമ്പോഴാണ്? അറിവുള്ളവരെ ഓർക്കുമ്പോഴാണ് അല്ലേ. എനിക്കും വേണം, ശരിയാണല്ലോ, അതിനാണല്ലോ ഈ മനുഷ്യജീവിതം. അങ്ങനെ തോന്നുന്ന തരത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിയായിട്ട് ബോധിക്കണം. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ അതാണ് വളരെ കടുപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും ആയിത്തീർന്നിട്ടില്ല. നമ്മൾ ആരാണ്? ഓംകാരമാണ്. അപ്പോൾ പുറമേക്കും അതേ സമഷ്ടി അഹങ്കാരത്തിൽ നിന്ന് പിന്നെ സ്ഥൂലീകരണം സംഭവിച്ച് പല സ്ഥൂല പദാർത്ഥങ്ങളും ഈ നാമരൂപാദികളുമെല്ലാം ഉണ്ടായി. അതേപോലെ നമ്മളിലും പല പല മാറ്റങ്ങളും വന്ന്, പല ഇമോഷൻസ്, പല വികാരങ്ങളും വന്ന് നമ്മളതിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് പലതര കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. സാക്ഷി മാത്രമാണ്. നമ്മളത് മറന്നു പോകുന്നു. ഞാൻ ഭർത്താവാണ്, ഞാൻ പരാജിതനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ അജ്ഞാനിയാണ് എന്നൊക്കെ നമ്മൾ സത്യമായിട്ട് ധരിച്ചു പോകുന്നു. അവിടെയാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ എല്ലാം ആഗ്രഹം ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി. ഏത് സുഖം? അപരിമിത സുഖം അല്ലേ. കുറച്ച് സുഖമൊന്നും പോരാ, അപരിമിത സുഖം വേണം നമുക്ക്. അത് വേണമെങ്കിൽ എന്താണ് ദുഃഖത്തിന് കാരണം? അറിവില്ലായ്മ. എന്തിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വിഷയങ്ങൾ അറിയാം. നമ്മുടെ മൂലസ്വരൂപത്തിൻ്റെ അറിവിൻ്റെ അഭാവം, അതിൽ നിന്നാണ് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് പോണെങ്കിൽ ഞാൻ ശരിക്കും ആരാണെന്ന് ബോധിക്കണം. മനസ്സിലായോ? അറിയാൻ നമുക്ക് തീരെ അറിവില്ലാത്തതല്ല,
പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അത് ബോധമായി തീരണം. ജ്ഞാനത്തിൻ്റെ ലെവലിലും 3 എണ്ണം ഉണ്ട് അല്ലേ? ജ്ഞാനം, ജ്ഞാത, ജ്ഞേയം. അറിയുന്ന ആൾ, അറിയപ്പെടുന്ന വിഷയം, അറിയുക. ത്രിപുടി ഉണ്ട് അവിടെ. ത്രിപുടി രഹിതമാണ് ഓംകാരം. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അറിയുന്നത്, എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ അല്ല അല്ലേ? അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തുവും എന്നിലേക്കുള്ള തന്നെയുള്ള ആ അറിയുന്ന പ്രക്രിയയാണ്. ഞാൻ തന്നെ ഉള്ളൂ അവിടെ. ആ അറിവ്, അതാണ് ബോധം. മറ്റൊരു ജ്ഞാതാവില്ലാതെ, ജ്ഞേയ വസ്തു ഇല്ലാതെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് അത് ഒബ്ജക്റ്റീവ് നോളേജ് അല്ല, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണത്. ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, വ്യക്തി അനുഭവം ആണത്. അത് ആണ് ബോധം. ആ ബോധം വരുത്തുന്നതിന് നമ്മളുടെ മാത്രം ശ്രമം പോരാ. നമുക്ക് പ്രധാനമായിട്ട് വേണ്ട എന്താ? ഗുരു കൃപ. അതാണ് ബോധം വരുത്തുന്നതിന് ആളായി നിന്ന പരമ ആചാര്യൻ. പരമ ആചാര്യൻ. അപ്പോൾ അല്ലാത്ത ആചാര്യന്മാരും ഉണ്ട്. പരമ ആചാര്യൻ തന്നെ എന്താ? ഭഗവാൻ തന്നെയാണ് പരമാചാര്യൻ. ആ പരമ ആചാര്യനായ ഭഗവാൻ തന്നെയാണ്. എന്താ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. വാണീദേവി സുനീലവേണുസുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശു കളവാൻ എന്നാവിലാത്താദരം. വാണിയിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ഹരി ഓം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഹരിനാമ കീർത്തനമാണ് എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ചിട്ട് ക്യാമ്പ് അംഗങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കട്ടെ. കാരണം ഇന്നലെ തോന്നിയിട്ടുണ്ടാവും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 300 പേരുണ്ട്, വേഗം പോയി രജിസ്റ്റർ ചെയ്യണം, 200 എന്തായാലും ഉണ്ടാവും എന്നവർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 100 പോലും കാണാനില്ലല്ലോ എന്നിങ്ങനെ ആശങ്കയോടുകൂടി ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് ബോംബെയിൽ നിന്നും മറ്റും വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെട്ട നമ്മൾ ധന്യരാണെന്ന് ഇന്നലെ ഉദ്ഘാടന വേളയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി. അതൊന്നും കൂടി ഉറപ്പിച്ചിട്ട് ഇന്ന് മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും കേൾക്കണം. കാരണം നമുക്ക് നമ്മളിൽ തന്നെ അഭിമാനം തോന്നണം. ഇന്നലെ പല സ്വാമിജിമാരും പറഞ്ഞല്ലോ സ്ഥലമഹിമയും ഇവിടുത്തെ നമ്മളുടെ പുസ്തകങ്ങളുടെ പ്രാധാന്യമൊക്കെ. അപ്പോൾ അതിന് നമ്മൾ അർഹരായതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇവിടെ എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ വരാത്തവരെ പറ്റി നമ്മളിപ്പോൾ മനസ്സിൽ കാണണ്ട. കാരണം വരാൻ ആഗ്രഹിച്ചിട്ടും പരിപാടി ഇട്ടിട്ടും നല്ലപോലെ പ്രയത്നിച്ചിട്ടും വരാൻ പറ്റാത്തവർ ഫോണിൽ കൂടെയൊക്കെ വളരെ വിഷമത്തോട് കൂടിയിട്ട് കരയുന്ന പോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം, ഏതൊക്കെയോ പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കാം നമ്മൾ ഈ പുണ്യഭൂമിയിൽ പ്രത്യേകിച്ചിട്ടും മലയാളത്തിലുള്ള കൃതികളെ ഒന്നിച്ചിരുന്നൊന്ന് അവലോകനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിപ്പെട്ടത്. അതിൽ നമുക്ക് ആത്മാഭിമാനം തോന്നണം.
നമ്മൾ ചെയ്തത് തീരെ ചെറിയൊരു കാര്യമല്ല, വളരെ വലിയതൊരു സംഗതിയായിട്ട് തന്നെ കണ്ട് സ്വാഭിമാനത്തോടു കൂടി നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. അതുപോലെ ഞങ്ങളെല്ലാവരും തന്നെയാണ്, അതുപോലെ ഞങ്ങൾക്കിത് ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമാണ്. എന്തെങ്കിലും പറഞ്ഞല്ലോ, ധ്രുവജിയുടെ സത്യം പറഞ്ഞു. ഞങ്ങളെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും നിൽക്കണോ, ഇത്രയും സ്വാമിജിമാരെന്തിനാ എല്ലാ ദിവസവും നിൽക്കണേ? അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ ഒരു നമ്പർ ഇതാണ്, അമേരിക്കയിൽ നിന്ന് സിദ്ധാന്തജി വന്ന് മുഴുവൻ നിൽക്കണം. അപ്പം നമുക്കും തോന്നി അയ്യോ അമേരിക്കയിൽ നിന്ന് സ്വാമിജി വന്ന് നിൽക്കും, പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്ന് മോശമല്ലേ, ഒന്ന് അഭിമാന പ്രശ്നമല്ലേ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ശരി നിന്നേക്കാന്ന്. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇന്നലെ മറ്റൊരു തമാശ രൂപത്തിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഉള്ള ഡെലിഗേറ്റ്സും ആചാര്യന്മാരും കൂടി എന്താണ് നമ്മുടെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ, പക്ഷെ അതിനും കൂടെ പോരാ ഇപ്പോൾ. കാരണം ഒരു സ്വാമിക്ക് 4 പേര് വേണ്ട, ഇപ്പം അത്രയും ഇല്ല. 21 ആചാര്യന്മാരുണ്ട്, ആകെ 60 പേരേ ഉള്ളൂ. അപ്പം ത്രിമൂർത്തികളായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഞങ്ങളും ഒരുമിച്ച് എത്താറേയില്ല. ഇപ്പോൾ കേരള സംസ്ഥാന തലത്തിലുള്ള പല ചർച്ചാ വേദികളിലും പല പ്രധാന പരിപാടികളിൽ പോലും വിവിക്താനന്ദജി ആവർത്തിച്ചിട്ട് സർക്കുലർ അയച്ചിട്ടും ഫോൺ ചെയ്തിട്ടും ഒക്കെ പോലും ഞങ്ങൾക്ക് മിക്കവാറും പേർക്ക് ഒരുമിച്ച് എത്താൻ പറ്റാറില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സമാഗമമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു, വളരെ ത്യാഗം സഹിച്ചിട്ട് തന്നെയായിരിക്കും പലതരത്തിൽ, പക്ഷേ ഇവിടെയുള്ള ഓരോ നിമിഷവും നമ്മൾ ആനന്ദിക്കണം. തിരിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, ഞാനൊക്കെ ഇവിടെ വന്ന് ചാർജ് എടുത്ത സമയത്ത് ഇത്രയൊന്നും കെട്ടിടങ്ങളൊന്നും വന്നിട്ടില്ല. 98 മാർച്ച് 18 ഞാൻ വന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, പഴയ ബിൽഡിങ്സാണ് കൂടുതൽ. ഇവിടെ ആകെ 5 or 6 അന്തേവാസികളേ ഉള്ളൂ. ഞാനും ഒരു ഡയറക്ടറും ഒരു പൂജാരിയും ഒരു രാമേട്ടനും, അങ്ങനെ ഒരു 5-6 പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തേജോമയഞ്ചിറ ക്യാമ്പാണ്. അപ്പോൾ കുറേ സെൻറ്ററുകളിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അഭിനന്ദിച്ച് ഇങ്ങനെ എടുത്ത് പൊക്കേനു. ഓ ഹൗ ലക്കി യു ആർ. നമുക്കൊരു ലക്കിയും തോന്നിയില്ല. ഇത്രയും ഒറ്റപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു അറിവില്ല. ഓ ഹൗ ലക്കി, വി ഫീൽ ജലസി ടു യു. നമുക്ക് എന്താ ഇപ്പോൾ ജലസി, ഒരു വല്ലാത്തൊരു പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കഷ്ടിച്ച് 3 വർഷമാണ് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു നിയോഗം ഉണ്ടായത്. പക്ഷേ ഇന്ന് നമ്മൾ അത് ആലോചിക്കാറുണ്ട്, ഓരോ ദിവസവും നമ്മളത് പിന്നീട് ആസ്വദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇരിക്കാനും നമുക്കൊരു അനുഗ്രഹം തന്നെ വേണം, ആ ഒരു പുണ്യഭൂമിയിൽ. അപ്പോൾ അത് അനുഭവത്തെന്ന് പറയുകയാണ്, പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ കാലത്തുള്ള ആ ഒരു അന്തരീക്ഷം. അപ്പോൾ അത് നിങ്ങളോടും പറയുകയാണ്, എത്രയും നേരത്തെ നമുക്ക് എഴുന്നേറ്റ് ഇവിടേക്ക് ഒന്ന് നടക്കാൻ സാധിക്കുന്നു, അതൊരു വലിയൊരു പോസിറ്റീവ്, നല്ലൊരു വൈബ്രേറ്റീവ് ഫീലിംഗ് തന്നെയായിരിക്കും. പിന്നീട് ക്ഷീണമൊക്കെ തോന്നിയാൽ ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് കിടന്നോളൂ. പക്ഷേ രാവിലെ നേരത്തെയുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മളുടെ ഉള്ളിൽ പല ചലനങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അത് എത്തിപ്പെട്ടവർ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ആചാര്യന്മാരുണ്ട്. ഈ ക്ലാസ്സുകളിലല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാധനാപരമായിട്ടൊക്കെ സംസാരിക്കാനുള്ളത്, അതിനൊക്കെ ഞങ്ങളെല്ലാവരെയും ഉപയോഗപ്പെടുത്താം. എല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും പ്രാപ്യർ തന്നെയാണ്, അങ്ങനെ ഒരു ഫീലിങ്ങേ വേണ്ട. എല്ലാവരും അതിന് സന്നദ്ധരായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ച ധ്രുവജിയെ അഭിനന്ദിക്കാതെ വയ്യ അല്ലേ? കാരണം ഏറ്റവും ഇത്രയും ഞങ്ങളെല്ലാവരെയും കാണും, ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, അനിയനെ പോലെയായിട്ട് വളർന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിച്ച് ഒത്തുകൂടൽ വേണം. ഞങ്ങൾ പോലും പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴും ഇല്ല, ഇതൊന്ന് അത്യാവശ്യമാണ് മലയാളികളുടെ ഒരു കൂട്ടായ്മ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മലയാളി കൂട്ടായ്മ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വളരെ നിർബന്ധപൂർവ്വം മുന്നോട്ട് വന്ന് എല്ലാ തരത്തിലുള്ള കോർഡിനേഷൻ പ്രവർത്തനങ്ങളും ചെയ്തത് ധ്രുവജിയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഇന്നലെയും പറഞ്ഞുവല്ലോ, കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാവാനും നമ്മുടെ വ്യക്തിപരമായ വികാസത്തിനും ആത്മീയ ഉന്നതിക്കും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മളുടെ സമാഗമങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുക്കന്മാർ അതിനുള്ള വേദികൾ തന്നുകൊണ്ടേ ഇരിക്കും. നമ്മളത് ഉപയോഗപ്പെടുത്താനും കൂടി പ്രാപ്തരാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഹരിനാമകീർത്തനം ആര് രചിച്ചതാ?
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തകവിയാണെന്നാണ്. നമ്മളുടെ ആചാര്യന്മാരെ കുറിച്ചിട്ടൊക്കെ പല ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശം തീർച്ചപ്പെടുത്തിയിട്ടുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അനുവർത്തിച്ച് വരുന്നത്, നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ മനസ്സിൽ സ്മരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ മുഴുവൻ വായിക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ മലയാളികൾ ഹരിനാമകീർത്തനം അല്ലേ, ഓങ്കാരമായവരും 3 പിരിഞ്ഞ 5-ാമത്തെ ശ്ലോകം ചോദിച്ചാൽ പിന്നെ അറിയില്ല, കൂടിയ 4 എണ്ണം പറയൂ അല്ലേ. കണ്ടെങ്കിരിക്കും പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറയില്ലേ. ഭാരതമഹിമ അതൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ ഒരു 5-6 എണ്ണം പീലിയിലേക്ക് പാടിയിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ അത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അല്ലേ. ഇതൊക്കെ ഉപനിഷത്ത് തുല്യങ്ങളായിട്ടുള്ള തന്നെ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഗാംഭീര്യത്തോടു കൂടിയിട്ടും അതിൻ്റെ ഗൗരവത്തോടു കൂടിയിട്ടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടിയിട്ടൊന്നും നമ്മൾ പതിവായിട്ട് അതിനെ സമീപിക്കാറില്ല. അപ്പോൾ ഈ 3 ദിവസം എനിക്ക് 3 ക്ലാസ്സാണ് ധ്രുവജി അനുവദിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ ശ്ലോകങ്ങളൊന്നും വിശദമായിട്ട് എടുക്കാനൊന്നും നമുക്കിവിടെ പറ്റില്ല. പക്ഷേ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തുടർന്നും വായിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും അനുവർത്തിക്കാനും നമുക്കിതൊരു പ്രേരണ ആവുമെങ്കിൽ അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ അതിന് സാധിക്കുള്ളൂ. കാരണം ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല, പറഞ്ഞതുകൊണ്ട് മാത്രം ആവില്ല. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് അതിനെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊരു പ്രേരണ, ഒരു ഉത്തേജനം നമുക്ക് കിട്ടുമെങ്കിൽ അത് മാത്രമാണ് ഈ 3 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എല്ലാ കൃതികളും തന്നെ വളരെ ലളിതമായിരിക്കുന്ന ഭാഷയിലാണെങ്കിലും ഗുരുദേവനൊക്കെ പറഞ്ഞ പോലെ പ്രഗ്നന്റ് വിത്ത് മീനിങ്, അത്രയും അർത്ഥഗർഭമായിരിക്കുന്ന തരത്തിലാണ് വാക്കുകളുടെയൊക്കെ പ്രയോഗം. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ മഹാത്മ്യം ചോർന്നു പോകാതെയാണ് വേദാന്ത തത്വങ്ങളെ അദ്ദേഹം നല്ല പ്രാസത്തോടുകൂടി ഈണത്തിൽ ചൊല്ലാൻ പാകത്തിന് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്രധാന ഗ്രന്ഥമാണ് ഹരിനാമകീർത്തനം. പിന്നെ നമ്മൾ പ്രചാരത്തിലുള്ളത് ഏതൊക്കെയാണ്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ട് അല്ലേ, പിന്നെ മഹാഭാഗവതം, കിളിപ്പാട്ട്, പിന്നെ മഹാഭാരതം, കിളിപ്പാട്ട്, പിന്നെ ഇത്രയ്ക്ക് നമ്മൾ ഓർക്കാറന്നേ ഉള്ളൂ അല്ലേ. ഇനി ശ്രദ്ധപ്പെടുത്താണ്, നമ്മളുടെയൊക്കെ ലേറ്റായിട്ടാണ് നമ്മളുടെയൊക്കെ ശ്രദ്ധ വന്നത്. അത് ആ ഒരു അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ചിന്താരത്നം എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ സിഫിലിരുന്നപ്പോഴാണ് കണ്ടത്, ചിന്താരത്നം. അപ്പോൾ നമുക്ക് സംശയം തോന്നി, ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുണ്ടോന്ന്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഗംഭീരാഞ്ജിയായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് അതാണ്. പിന്നെ നമ്മളത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിമനോഹരമാണ്, അതിഗഹനമാണ്. അത് കുറച്ച് കാലമായിട്ട് ഇവിടെ തന്നെ ഞാനൊരു ക്യാമ്പൊക്കെ നടത്തണമെന്ന് വിചാരിച്ചത് സാധിച്ചില്ല. ഇപ്പോൾ ഞാനത് തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു സ്റ്റഡി ഗ്രൂപ്പിൽ അത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാമായണത്തിൻ്റെ ആ ശീല തന്നെയാണ്, പക്ഷേ ഗഹനമായിരിക്കുന്ന വേദാന്തമാണ്. ഒരു സ്ത്രീയെ ശിഷ്യയായിട്ട് കണ്ടുകൊണ്ട് ഒരു സ്ത്രീ രത്നം തന്നെയല്ലേ പറയുന്നത്. സ്ത്രീ രത്നത്തിന് സാധനാ പദ്ധതി ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അത് സാധനാ പദ്ധതി ആയതുകൊണ്ട് മിനിമം തത്വബോധോ വിവേക ചൂടാമണിയോ ദൃഗ്ദൃശ്യ വിവേകോ എങ്കിലും പഠിച്ചവർക്കേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. വായിക്കുമ്പോൾ ശരിക്കും രാമായണം പോലെയാണ്. അപ്പം അങ്ങനെ ഒരു കൃതി ഉണ്ടെന്ന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. നല്ലൊരു ഇതാണ്. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രധാനമായിട്ട് ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും കിട്ടുമെങ്കിലും ഇതുപോലെ നമ്മൾ അശ്രദ്ധമായിട്ട് വിട്ട പല കാര്യങ്ങളെയും ഒന്ന് പരിചയപ്പെടാൻ പറ്റും. അതുപോലെ ഞാനിപ്പോൾ ദേവി മാനസ പൂജയുടെ മലയാളം ഉണ്ട്, അപ്പം അത് നമ്മുടെ സംവിജി എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ മനോഹരമായിട്ട് ഉള്ള ഒരു ഷോഡശോപചാരങ്ങളെ പദ്യരൂപത്തിലാക്കി അതിനെ നമുക്ക് മലയാളത്തിലാക്കിയിട്ട് തന്നിട്ടുണ്ട് ആചാര്യന്മാർ. ആ 16 ഉപചാരങ്ങളും കൊണ്ട് ദേവിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്ന രീതിയൊക്കെ. അതുപോലെ ദേവി മഹാത്മ്യം കിളിപ്പാട്ടും എഴുത്തച്ഛൻ എഴുതിയതാണ്. അതൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ച് കോപ്പി കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ പുസ്തക കടകളിലേക്ക് കിട്ടാനില്ല. അപ്പോൾ അത് നമ്മളെല്ലാം ചൊല്ലുന്നില്ലേ, യാ ദേവി സർവഭൂതേഷു, അതിൻ്റെ എല്ലാം നല്ല മലയാളത്തിൽ നമുക്ക് ചൊല്ലാൻ പാകത്തിന് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും
കൂടുതൽ നിങ്ങൾക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കാം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു കൂട്ടായ്മ വേസ്റ്റായിനെ തോന്നണ്ട. വന്നിട്ടുള്ള ആൾക്കാർ മലയാളത്തിൽ നമ്മൾ ഗൗരവം കൊടുക്കാതെ വിട്ട് പല കൃതികളെയും ഒന്ന് പരിചയപ്പെടാം. കൂടുതലായിട്ട് അവയെ സ്നേഹിക്കാനും പഠിക്കാനും നമുക്ക് ഉപയോഗപ്രദമാക്കാനും നമ്മൾ ശ്രമിക്കാം ഇവിടുന്ന് തിരിച്ച് പോയതിന് ശേഷം. അപ്പോൾ ഹരിനാമകീർത്തനകാരൻ തുഞ്ചത്തെഴുത്തച്ഛൻ ഈ അറിവിൻ്റെ തന്നെ ഒരു അറിവിൻ്റെ നിറകുടമായിരുന്നല്ലോ. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും എന്നാണ് പറയാം അല്ലേ. അറിവുള്ളവരെങ്ങനെയാണ് ജീവിക്കുക? എളിയ ജീവിതവും ഉയർന്ന ചിന്തയും അല്ലേ. സാധാരണ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അല്ലേ, ഉയർന്ന ജീവിത നിലവാരം, ഹൈഫൈ, പരിമിത ചിന്ത അല്ലേ, നേരെ വിപരീതമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിനെ പറ്റി പ്രശസ്തി ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സമകാലീനരായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആദ്യം നേരിട്ട് കണ്ടിട്ടില്ല അത്രേ. എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു വേളയിൽ അവർ ഒരുമിച്ച് എത്തിയെന്നാണ്. ഒരുമിച്ച് അവർ കണ്ടിട്ടില്ല. അപ്പം ഭട്ടതിരിയോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോയിട്ട് പറഞ്ഞു, അത്രേ തിരുമേനി നമ്മുടെ എഴുത്തച്ഛൻ എത്തിയിട്ടുണ്ട്, എഴുത്തച്ഛനും വന്നിട്ടുണ്ട് അത്രേ ഇന്നത്തെ സദ്യക്കേന്ന്. അപ്പോൾ പറഞ്ഞു, കാണണ്ടേ? കാണാം, അല്ല നമുക്കൊന്ന് പോയി പരിചയപ്പെടാം, അവിടുത്തെ ആൾക്കാരുണ്ടാവും, പരിചയപ്പെടുത്തരാം. നമുക്കത് കാണാം സമയമാകുമ്പോൾ, അല്ല നമുക്കറിയില്ലല്ലോ കണ്ടാൽ, അപ്പോൾ നമുക്ക് പോയി പരിചയപ്പെടാമെന്ന്. അതൊക്കെ മനസ്സിലായിക്കോളുന്നവൻ. അപ്പോഴാണ് സദ്യയുടെ സമയമായി, ഉണ്ണാൻ വരാൻ പറഞ്ഞു. എല്ലാവരെയും പന്തിയിലിരുത്തി, അല്ല ഇപ്പോൾ പന്തിയില്ല, ഇരിക്കലുമില്ല, പന്തിപ്പായിട്ട് ഇരുത്തി ട്യൂഷനിലേക്കിട്ട് സദ്യ വിളമ്പി കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭട്ടതിരിപ്പാടും ഈ ശിഷ്യനും ഒക്കെ കടന്നു പോണത്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ശിഷ്യനെ അറിഞ്ഞില്ല. അപ്പം ഭട്ടതിരിപ്പാട് പലരോടും പോയി ചോദിച്ചിട്ട്, എന്താ ഉണ്ണാനിരിക്കണോ, എന്താ ഉണ്ണാനിരിക്കണോ എന്ന് പലരോടും ചോദിച്ചു വന്നു. പലരുടെയും റിയാക്ഷൻ പലതായിരുന്നു. കണ്ടറിയില്ലേ, മുഖത്തെന്താ കണ്ണില്ലേ, ഉണ്ണാനല്ലാതെ പിന്നെ എന്തിനാ എല്ലാവരുടെ മുമ്പിലിരിക്കുക? ഇങ്ങനെ പല റിയാക്ഷനുമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന്. അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് കുറേ പേരെടുത്ത് പോയി ചോദിച്ചു. ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ ഉണ്ണാനിരിക്കാനല്ലേ? അല്ല, ഇരിക്കാനാ ഉണ്ണണ്. അപ്പോൾ മനസ്സിലാക്കി ഇത്ര ഇതാണ് എഴുത്തച്ഛൻ. അങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞതെന്നാണ്. കാരണം അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്, ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടുള്ള ഊണ് ഈ ശരീരത്തിന് ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. എന്തിന്? തൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട്. ശരീരമാദ്യം ഖലു ധർമ്മസാധന മാത്രമാണ് ഇത്. ഇതുകൊണ്ട് സാധിക്കേണ്ട ആദ്യ ധർമ്മം തന്നെ അറിയൽ തന്നെയാണെന്ന് അവർക്കറിയാം. ഇതിനെ തിരിച്ച് നമ്മൾ പറയും അല്ലേ, ശരീരമൊക്കെ മെലിഞ്ഞ് വരുമ്പോൾ എന്താ അറിയില്ലേ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ശരീരത്തിനെ സംരക്ഷിക്കലാണ് നമ്മുടെ പരമധർമ്മം എന്നാണ് തിരിച്ച് ചിന്തിക്കുക. അപ്പം അങ്ങനെയല്ല അറിവുള്ളവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എളിയ ജീവിതം നയിച്ച വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ഇത്ര അതിഗഹനമായിരിക്കുന്ന തത്വങ്ങളെ അതിലളിതമായിട്ട് നമുക്ക് ഈണത്തിലിപ്പോൾ ഇവിടെ പാടിയല്ലോ ദീപികാജി അല്ലേ, നന്നായിട്ട് പാടിയില്ലേ? കുറേ എത്തിയോ? ശരി, തുടർന്ന് അവരും പാടിത്തരും. ഇനിയുള്ള ഇതിൽ ഒന്ന് അതിൻ്റെ മെയിൻ തീം മാത്രം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പാടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാടാൻ ആവശ്യമില്ല അല്ലേ. ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ഹൃദിസ്ഥമായിരിക്കും. എനിക്കറിയാൻ നോക്കാനാ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. നാരായണായ നമ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. നാരായണൻ ആരാണ്? നാരത്തിൽ അയനം ചെയ്യുന്നവൻ, ആത്മവിദ്യാ സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് വിഷ്ണു രൂപത്തിലും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലൊക്കെ ആരാധിക്കപ്പെടുന്ന ദേവൻ. ആ നാരായണന് നമസ്കാരം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാ നമ്മളുടെ പ്രധാന ഗ്രന്ഥങ്ങളുടെയും ആദ്യത്തെ ഏതാനും ശ്ലോകങ്ങളിലായിരിക്കും അതിൻ്റെ പ്രധാന ചർച്ചാ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടാവാം. അത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ ഇവിടെയും ഇന്നും നാളെയും ആ ഭാഗം വളരെ നന്നായിട്ട് കാണും. പിന്നെയുള്ളത് നമ്മുടെ സാധനാ പദ്ധതിയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ ഏത് ഗ്രന്ഥത്തിൻ്റെ, ഉപനിഷത്തായാലും ഭാഗവതമായാലും ഗീതയായാലും എല്ലാ അധ്യായത്തിൻ്റെയും ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ പറയാനുള്ള രഹസ്യം വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ
ബാക്കിയുള്ളത് നമുക്ക് അതിൻ്റെ ഇലാബറേഷനാണ് അല്ലേ. ഇപ്പോൾ ഈശാവാസ്യോപനിഷത്തൊക്കെ ഒറ്റ മന്ത്രം മതി. അതിൽ മനസ്സിലാവാത്തവർക്കാണ് പിന്നീടുള്ള മന്ത്രങ്ങളെ. കേനോപനിഷത്തിൽ ഇത് ഗുരുദേവൻ പറയാറുണ്ട്. ആദ്യത്തെ ദിവസം യജ്ഞത്തിന് നാളെ മുതൽ നിങ്ങളൊന്നും വരണമെന്നില്ല, നിങ്ങൾ നാളെ മുതൽ യജ്ഞത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപനിഷത്ത് മനസ്സിലായിട്ടില്ല എന്ന അർത്ഥം. ആദ്യത്തെ ദിവസത്തെയാണ് പ്രധാനം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി യജ്ഞങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ദിവസം മാത്രം കേട്ട് നിർത്തരുത്. അവസാനത്തെ ദിവസം നിർബന്ധമായിട്ട് വരണം, അതുവരെ ഉണ്ടാവണം. പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മൾ രാമായണത്തിൽ കാണുന്നില്ലേ, എഴുത്തച്ഛൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ. പാർവതീദേവി ശിവഭഗവാനോട് ശ്രീപരമേശ്വരനോട് ചോദിച്ചു, എന്താണ് ആ രാമതത്വം, അങ്ങ് എപ്പോഴും ധ്യാനിക്കുന്ന രാമതത്വം എന്ന് എനിക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇപ്പം ഞാൻ നിനക്കതാ പറഞ്ഞു തരാം. ആരാരാമൻ പിന്നെ എടുത്തു ഒക്കെ ഉപനിഷത്ത് വാക്കല്ലേ. പരമനിഷ്കള സ്വരൂപം, പരബ്രഹ്മം, കാരണങ്ങൾക്കതീതം, ചിതാകാശസ്വരൂപൻ എന്നൊക്കെ പറഞ്ഞ് അജൻ, അവ്യയൻ, ആത്മാരാമൻ, അകിഞ്ചനൻ, നിർവികാരൻ, നിർവികൽപ്പൻ, അനാമയൻ, എല്ലാം ആത്മസ്വരൂപത്തെ തന്നെയാണ് പറഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള രാമൻ അയോധ്യയിൽ ദശരഥന് പുത്രനായിട്ട് ജനിച്ചു. പിന്നെ പറഞ്ഞു ജനിച്ചു, പിന്നെ ഇന്ന എപ്പിസോഡുകളൊക്കെ അറിയാം. അവസാനം സ്വർഗാവാസമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ രാമൻ ജനിച്ചിട്ടുമില്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടുമില്ല, രാമൻ ദുഃഖിച്ചിട്ടുമില്ല അല്ലേ. രാമൻ എന്താണ്? ആത്മാരാമൻ അല്ലേ. ഞാൻ തന്നെയാണ് രാമൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാമായണം. അതുപോലെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ ഹരിനാമകീർത്തനം എഴുതാൻ പോകുന്നത്? ഓംകാരം. അതറിയാം. ആ ഓംകാരം സൂചിപ്പിക്കുന്നത് ആ പരമതത്വം തന്നെ. അതാണ് നമ്മളുടെ എല്ലാം മൂല സ്വഭാവം, മൂലസ്വരൂപം, എസെൻഷ്യൽ നേച്ചർ. അതാണ് ഞാൻ എന്ന് നമുക്ക് അറിയണം. അപ്പം അതിനെ ഉറപ്പിക്കണം. അതേ ഉള്ളൂ. ആ ഓംകാരം സൂചിപ്പിക്കുന്നത് പരബ്രഹ്മതത്വം തന്നെ. ഇപ്പോൾ പരബ്രഹ്മത്തിൻ്റെ ലക്ഷണം നമ്മൾ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ. സച്ചിന്മയം, അനാദി, അനന്തം, അജം, അവ്യയം. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദസ്വരൂപമാണ്. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്. ഇത് മൂന്നും ചേർന്നതാണ്. ആ പരബ്രഹ്മസ്വരൂപത്തെയാണ് ഓം എന്ന ഏകാക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മാത്രമേ ഗുരുക്കന്മാർക്ക് പറയാനുള്ളൂ. നിങ്ങൾ അതാണ് അതാണ് തത്വമസി എന്ന ഉപദേശവാക്യത്തിൽ അത് തന്നെ പറഞ്ഞത്. ആ ഓംകാരമാണ് നമ്മൾ. അത് മറക്കുകയാണ് അജ്ഞാനം. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഞാൻ ഈ വ്യക്തിയാണ് അല്ലേ, ഈ പേരിൽ അറിയപ്പെടുന്നവനാണ്, അറിയപ്പെടുന്നവളാണ്. പിന്നെ നമ്മുടെ കഴിവ്, അറിവ്, ധനം, സ്വഭാവം, നേട്ടം, നഷ്ടം ഇത്യാദികളിലൊക്കെ അഭിമാനിച്ചിട്ടുള്ള ജീവഭാവത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയാനുള്ളത് നമ്മൾ ജീവനല്ല, ഓംകാര സ്വരൂപമാണ്. അത് നമുക്ക് ചിലപ്പോഴൊക്കെ ഓർമ്മ വരാറുണ്ട്, സിദ്ധാന്തപരമായിട്ട് അറിയാറുണ്ട്. പക്ഷേ അനുഭവിക്കുന്ന ആ ലോകത്തിൽ അത് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മൾ പാടിയിട്ടും ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കണമെന്ന്. ഇനി ശ്രവണം ചെയ്തതിനെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ശ്രുതി, യുക്തി, അനുഭവങ്ങൾ ഉപയോഗിച്ച് അതിന് നമുക്ക് ക്ലാരിറ്റി കിട്ടണം. അതിന് നല്ല സ്ഫുടമായിട്ട് നമുക്കത് വ്യക്തമായിട്ട് ധരിക്കണം എന്നാണ് പറയുന്നത്. അതിനെയാണ് ഇവിടെ പറഞ്ഞത് ബോധം. ഈ ഓംകാരമാണ് ഞാൻ എന്ന ബോധം വരുത്തണം. ജ്ഞാനം നമുക്കുണ്ട്, അത് വിജ്ഞാനമായിട്ട് ഇവിടെ പ്രയോഗിക്കാൻ പറ്റാത്തത് നമ്മളത് ആ ബോധത്തിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ആ ബോധം വരുത്തുന്നതിന് എന്ത് ചെയ്യണം? ഒരു ഗുരു വേണം. ഓംകാരമായ പൊരുൾ ഇവിടെ എന്ത് തോന്നുന്നു? നമുക്ക് മൂന്നായി പിരിഞ്ഞു, എന്നിട്ട് അതിൻ്റെ അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം ഓരോന്നുമായിട്ട് ചെന്ന് കുറേ അഹങ്കാരങ്ങൾ, വ്യക്തി അഹങ്കാരങ്ങളുണ്ടായി അല്ലേ. ഓരോ വ്യക്തിക്കും തോന്നുന്നത് എന്താ? ഞാൻ അല്ലേ. അപ്പം അങ്ങനെ കുറേ ഞാനുണ്ടല്ലോ. ഈ ഞാനിന് തന്നെ കുറേ ഭാവങ്ങളുണ്ട് അല്ലേ. ഉണർന്നിരിക്കുന്ന ഞാൻ, സ്വപ്നം കാണുന്ന ഞാൻ, ഉറങ്ങുന്ന ഞാൻ അല്ലേ, പഴയ കാലത്തിലുണ്ടായിരുന്ന ഞാൻ, ഇനി മാറാൻ പോകുന്ന ഞാൻ, ഇപ്പോൾ ഉള്ള ഞാൻ. അപ്പം അങ്ങനെ ഞാൻ കുറേ ഇല്ലേ, അത് പലതായിട്ട് പിരിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് തോന്നുന്നത്. അപ്പം അതിലൊക്കെ ഞാൻ എന്ന് അഹങ്കരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? ഓങ്കാരം തന്നെയാണ്. കാരണം ആ അഹങ്കാരത്തെ പ്രകാശിപ്പിക്കുന്നതും ആ ഓമാണ്. അപ്പം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവതലത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ അനേകത്വം തോന്നുന്നു. ഞാൻ എന്ന ജീവനുണ്ട്, കുറേ ജീവന്മാർ ചേർന്ന ഈ ജഗത്തുണ്ട്, എന്നെയും ഈ ജഗത്തിനെ, ഞാൻ ഉൾപ്പെടെയുള്ള ജഗത്തിനെ സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഈശ്വരന്മാർക്കും നമ്മൾ കൽപ്പിക്കുന്ന ഈശ്വരഭാവത്തിൽ, മായാസഹിത ഭാവത്തിലുള്ളതിനൊക്കെ
അതിനൊക്കെ തിരോധാനമുണ്ട്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്. അപ്പോൾ അത് വീണ്ടും പറയുന്നു, അത് ഈ രജോ ഗുണം തമോ ഗുണം സത്വഗുണത്തിനെ പ്രാധാന്യമായിട്ടെടുത്ത് നമ്മൾ ബ്രഹ്മവിഷ്ണു ശിവന്മാരെ സങ്കല്പിക്കുന്നു, അവർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. എന്നിട്ട് സമഷ്ടി അഹങ്കാരമുണ്ട്. അത് തന്നെയാണ് വ്യഷ്ടി അഹങ്കാരങ്ങളായിട്ടും ഉള്ളത്. ഇവിടെ നമുക്ക് ഉപനിഷത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ പരമാ ചൈതന്യം സ ഇക്ഷത, അത് സങ്കല്പിച്ചു പ്രജാസൃജേയ ഇതി, അല്ലേ, കുറേ പ്രജകളെ ഉണ്ടാക്കാൻ. പക്ഷേ താൻ മാറിക്കൊണ്ടല്ല പ്രജകളെ ഉണ്ടാക്കിയിട്ടുള്ളത്, താൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് തീർന്നത്. അപ്പോൾ ആ ഓരോരുത്തരിലും അഹങ്കാരമായിട്ട് നിൽക്കുന്ന ജീവാത്മാവും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ജീവൻ എന്ത് വിചാരിക്കുന്നു? ഭഗവാൻ വേറെ, ഞാൻ വേറെ, എന്നിലുള്ള ഭഗവാൻ വേറെ, ആ ഭഗവാൻ അല്ലേ, ഞങ്ങൾ ശൈവര്, അവർ വൈഷ്ണവര്, ഞങ്ങൾ ഇന്ന ഗുരുവിൻ്റെ, മറ്റൊരു ഈ ഗുരുവിൻ്റെ, കുറേ 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 ഭേദങ്ങൾ, ലൗകിക തലത്തിൽ മാത്രമല്ല ഭേദങ്ങൾ, ഉപാസനാ സമ്പ്രദായത്തിൽ ഭേദങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളിൽ ഇരിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ അഹങ്കാരം എന്നുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അഹങ്കാരമായിട്ടുള്ളത്, അതായത് സമഷ്ടി അഹങ്കാരം, സമഷ്ടി ബുദ്ധിയും സമഷ്ടി മനസ്സും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് തത്വബോധാദി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒന്ന് തന്നെ മൂന്നായിട്ട് പിരിഞ്ഞിട്ടാണ് വ്യക്തിതലത്തിൽ എന്തുണ്ടാകുന്നത്? സ്ഥൂല ശരീരാഭിമാനിയായിരിക്കുന്ന വിശ്വൻ, സൂക്ഷ്മ ശരീരാഭിമാനിയായിരിക്കുന്ന തൈജസൻ, കാരണശരീരാഭിമാനിയായിരിക്കുന്ന പ്രാജ്ഞനുണ്ടായിരിക്കും. അത് തന്നെയാണ് സമഷ്ടി രൂപത്തിൽ എന്തൊക്കെ? വൈശ്വാനരനും ഹിരണ്യഗർഭനും ഈശ്വരനും ഹിരണ്യഗർഭനും ഒക്കെ. അപ്പോൾ ഒരാൾ തന്നെയാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ നിൽക്കുന്നത്. അഹങ്കാരമായത് താൻ തന്നെ സാക്ഷി. ഇവിടെ ഭഗവാനൊന്നും ആയിട്ടില്ല, സാക്ഷി ആണ്. സാക്ഷി ഒന്നിനോടും ചേരുന്നില്ല. വീണ്ടും നമ്മൾ ജ്ഞാനപ്പാനയിൽ കാണാം, അല്ലേ, വിശ്വനാഥൻ ഈ ഇതെല്ലാം ചമച്ചത് എങ്ങനെയാണ്? ഒന്നിലും ചെന്ന് താനും വലയാൽ ഒന്നും ചെന്ന് തന്നോടും ചേരാതെ, അല്ലേ, ഇൻഡിഫറൻ്റ് ആയിട്ട് നിന്ന് എല്ലാം ചെയ്തു, പക്ഷെ ഞാനൊന്നും ചെയ്യും. ഇത് തന്നെയാണ് നമ്മളോട് ജീവിതത്തിൽ നിൽക്കാൻ പറയുന്നത്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല, അല്ലേ, എല്ലാം നടത്തിക്കുക, പക്ഷെ ഞാനൊന്നുമല്ല. അയാധ്യക്ഷേണ പ്രകൃതി സുയതേ സചരാചരം. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ആയിത്തീർന്നത്. അതുകൊണ്ട് ഭഗവാന് ദുഃഖവും ഇല്ല, സുഖവും ഇല്ല, ഒരു ദ്വൈതവും ബാധിക്കുന്നില്ല. അപ്പം നമ്മളും ലൗകിക ജീവിതത്തിൽ പെട്ടിങ്ങനെ ഉഴലുമ്പോൾ കുറേ തരത്തിലുള്ള ഉയർച്ച താഴ്ചകളിൽ കൂടെ പോയി നമ്മുടെ മനസ്സമാധാനം, അല്ലേ, ശരിക്കും മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല. ആ വാക്ക് തന്നെ ഒരു പ്രയോഗം ബുദ്ധിമുട്ടാണ്, അല്ലേ. മനസ്സുണ്ടെങ്കിൽ സമാധാനം ഇല്ലല്ലോ. എപ്പോഴാണ് സമാധാനം കിട്ടുക? മനസ്സില്ലാതാവുമ്പോൾ, അല്ലേ. അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല, അങ്ങനെ മനസ്സില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ജീവിതം തന്നെ ഇപ്പോൾ സമാധാനം ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് നമുക്കാണെങ്കിൽ സമാധാനം കുറവ് വരാൻ പറ്റില്ല, അല്ലേ. അസന്തോഷം, അനാരോഗ്യം, ദുഃഖം, ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്താ കാരണം? എന്തുകൊണ്ടാണ് ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റാത്തത്? നമ്മുടെ സ്വരൂപം സുഖമാണ്. എന്തുകൊണ്ടാണ് മരിക്കാൻ ഇഷ്ടമില്ലാത്തത്? നമ്മൾ നിത്യനാണ്, അതുകൊണ്ട് മരിക്കാൻ ഇഷ്ടമില്ല, അല്ലേ. ഒരു കാര്യം അറിയില്ല എന്ന് കാണിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? ഒരു ഭാഷയൊന്നും അറിയില്ലെങ്കിൽ പൊട്ട തെറ്റ് പറഞ്ഞാൽ നമ്മൾ, അല്ലേ. എന്താ, ജ്ഞാനമാണ് എൻ്റെ സ്വരൂപം, അജ്ഞാനിയാണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്നും അറിവുള്ളവനാണ്, എന്നും ആനന്ദത്തോടുകൂടി ഇരിക്കുന്നവനാണ്, എല്ലാ കാലത്തും ഉള്ളവനാണ് വാസ്തവത്തിൽ ഞാൻ. പക്ഷെ ഇത് തിരിച്ചറിയാത്തത് കൊണ്ട്, റീകഗ്നേഷനാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ നിരന്തരം ദുഃഖിച്ച് വലയുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിനെ, അല്ലേ, ശപിച്ചുകൊണ്ട് വേണ്ടിയിരുന്നില്ല, എന്തിനാ, എന്നിട്ട് പറയാ, എന്തിനാ ഇപ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിക്കാൻ പോയത്? വെറുതെ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ച് നമ്മളെങ്ങനെ വലയ്ക്കാൻ പോയത്, അല്ലേ. പക്ഷെ അവിടെ പറഞ്ഞു ബ്രഹ്മാവിനും ഉണ്ട് കർമ്മം. അങ്ങനെ നമ്മളെ സമാധാനിപ്പിക്കുന്നു. ബ്രഹ്മാവ് മുതൽ ഈച്ച ഉറുമ്പോളം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വിഷമത്തോടുകൂടി, ഭാരത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, വേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് ഗുരുദേവൻ്റെ വാക്കുകൾ ഓർമ്മിക്കാം. ഇടയ്ക്കൊരു ഇംഗ്ലീഷൊക്കെ ആവാമല്ലേ. അല്ല, ഗുരുദേവൻ പറയാനുണ്ടോ, ഡോണ്ട് ഡൈ വൈൽ ലിവിങ്, ലിവ് ആഫ്റ്റർ ഡെത്ത്. ചത്തുകൊണ്ട് ജീവിക്കരുത്, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പാടില്ല. ലിവ് ആഫ്റ്റർ ഡെത്ത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും, മരിക്കുന്ന എന്താ? ശരീരം. നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു 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 പ്രചോദനം തോന്നുന്ന തരത്തിൽ
നമ്മൾ ജീവിക്കണമെന്ന്. ഇന്ന് നോക്കൂ, നമുക്ക് അങ്ങനെ പ്രചോദനം കിട്ടുന്നത് ആരെയൊക്കെ ഓർക്കുമ്പോഴാണ്? അറിവുള്ളവരെ ഓർക്കുമ്പോഴാണ് അല്ലേ? എനിക്കും വേണം, ശരിയാണല്ലോ, അതിനാണല്ലോ ഈ മനുഷ്യ ജീവിതം. അങ്ങനെ തോന്നുന്ന തരത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിയായിട്ട് ബോധിക്കണം. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ അതാണ് വളരെ കടുപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും ആയിത്തീർന്നിട്ടില്ല. നമ്മൾ ആരാണ്? ഓംകാരമാണ്. അപ്പോൾ പുറമേക്കും അതേ സമഷ്ടി അഹങ്കാരത്തിൽ നിന്ന് പിന്നെ സ്ഥൂലീകരണം സംഭവിച്ച് പല സ്ഥൂല പദാർത്ഥങ്ങളും ഈ നാമരൂപാധികളുമെല്ലാം ഉണ്ടായി. അതേപോലെ നമ്മളിലും പല പല മാറ്റങ്ങളും വന്ന്, പല ഇമോഷൻസ്, പല വികാരങ്ങളും വന്ന് നമ്മളതിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് പലതര കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. സാക്ഷി മാത്രമാണ്. നമ്മളത് മറന്നു പോകുന്നു. ഞാൻ ഭർത്താവാണ്, ഞാൻ പരാജിതനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ അജ്ഞാനിയാണ് എന്നൊക്കെ നമ്മൾ സത്യമായിട്ട് ധരിച്ചു പോകുന്നു. അവിടെയാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ എല്ലാം ആഗ്രഹം ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി. ഏത് സുഖം? അപരിമിത സുഖം അല്ലേ? കുറച്ച് സുഖമൊന്നും പോരാ, അപരിമിത സുഖം വേണം നമുക്ക്. അത് വേണമെങ്കിൽ എന്താണ് ദുഃഖത്തിന് കാരണം? അറിവില്ലായ്മ. എന്തിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വിഷയങ്ങൾ അറിയാം. നമ്മുടെ മൂലസ്വരൂപത്തിൻ്റെ അറിവിൻ്റെ അഭാവം, അതിൽ നിന്നാണ് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് പോണെങ്കിൽ ഞാൻ ശരിക്കും ആരാണെന്ന് ബോധിക്കണം. മനസ്സിലായോ? അറിയാൻ നമുക്ക് തീരെ അറിവില്ലാത്തതല്ല, പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അത് ബോധമായി തീരണം. ജ്ഞാനത്തിൻ്റെ ലെവലിലും 3 എണ്ണം ഉണ്ട് അല്ലേ? ജ്ഞാനം, ജ്ഞാത, ജ്ഞേയം. അറിയുന്ന ആൾ, അറിയപ്പെടുന്ന വിഷയം, അറിയുക. ത്രിപുടി ഉണ്ട് അവിടെ. ത്രിപുടി രഹിതമാണ് ഓംകാരം. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അറിയുന്നത്, എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ അല്ല അല്ലേ? അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തുവും എന്നിലേക്കുള്ള തന്നെയുള്ള ആ അറിയുന്ന പ്രക്രിയയാണ്. ഞാൻ തന്നെ ഉള്ളൂ അവിടെ. ആ അറിവ്, അതാണ് ബോധം. മറ്റൊരു ജ്ഞാതാവില്ലാതെ, ജ്ഞേയ വസ്തു ഇല്ലാതെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് അത് ഒബ്ജക്റ്റീവ് നോളേജ് അല്ല, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണത്. ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, വ്യക്തി അനുഭവം ആണത്. അത് ആണ് ബോധം. ആ ബോധം വരുത്തുന്നതിന് നമ്മളുടെ മാത്രം ശ്രമം പോരാ. നമുക്ക് പ്രധാനമായിട്ട് വേണ്ട എന്താ? ഗുരു കൃപ. അതാണ് ബോധം വരുത്തുന്നതിന് ആളായി നിന്ന പരമ ആചാര്യൻ. അപ്പോൾ അല്ലാത്ത ആചാര്യന്മാരും ഉണ്ട്. പരമ ആചാര്യൻ തന്നെ എന്താ? ഭഗവാൻ തന്നെയാണ് പരമാചാര്യൻ. ആ പരമ ആചാര്യനായ ഭഗവാൻ തന്നെയാണ്